കഴിഞ്ഞ ആഴ്ച നമ്മൾ സദ്ഗുരുവാറിന് ആദരണീയനായ ജഗദീഷ് ഭായിയുടെ തപസ്യാമയ യോഗം എന്താണ്, അതിനുള്ള 8 പോയിന്റുകൾ കേട്ടു. ഇന്ന് ഭായ് സാബിൻ്റെ മറ്റൊരു ക്ലാസ്സാണ്. ഇതിൽ പറയുന്നത് തപസ്യാമയ ജീവിതം. തപസ്യാണെങ്കിൽ എങ്ങനെ യോഗം ചെയ്യേണ്ടത്, അതിനുള്ള 8 പോയിൻ്റാണ് കഴിഞ്ഞ ആഴ്ച. ഇന്ന് പ്രാക്ടിക്കൽ ലൈഫ്, തപസ്വി ജീവിതം എന്ന് പറഞ്ഞ നമ്മുടെ പ്രായോഗിക ജീവിതധാരണകളിൽ 8 പോയിൻ്റ്, 8 പ്രതിജ്ഞകൾ പറഞ്ഞു തരാം. എങ്ങനെ ജീവിതം ജീവിക്കണം. തപസ്യാമയ ജീവൻ ക്ലാസിൻ്റെ ഹെഡിങ് തപസ്യാമയ ജീവിതം. ജഗദീഷ് ഭായിജിയെ എല്ലാവർക്കും സുപരിചിതനാണല്ലോ. हमने ये जाना कि हमारा योग तपस्यामय हो, इसके लिए क्या करें. भाई साहब പറയണേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി യോഗം തപസ്യാമയമാകാൻ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ആഴ്ച കേട്ട ക്ലാസ് 8 പോയിന്റുകൾ ഏതൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്? ആർക്കോർമ്മയുണ്ട്? യോഗത്തിൽ 8 പോയിന്റുകളിൽ ഏതൊക്കെ ശ്രദ്ധിക്കണം? ഓരോ പോയിന്റ് ഓരോരുത്തർ പറയും. ഓർമ്മയുണ്ടെങ്കിലല്ലേ അങ്ങനെ നമുക്ക് യോഗം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ആദ്യത്തെ പോയിന്റ് ഏതായിരുന്നു പറഞ്ഞേ? ഞാൻ ദേഹമല്ല, ആത്മാവാണ്. എങ്ങനെയുള്ള ആത്മാവാണ്? സ്വമാനസഹിതം നമ്മൾ നമ്മളെ ഓർമ്മിക്കണം. ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ? രണ്ടാമത്തത് ഏതായിരുന്നു? ബാബയിലുള്ള സർവ സംബന്ധങ്ങൾ, അല്ലേ? പിന്നെ ബാബയുടെ ഓരോ ഗുണങ്ങളും അല്ല നമ്മൾ അനുഭവം ചെയ്യുക. ഓർമ്മ വരുന്നുണ്ടോ? ഇന്ന് തപസ്വി ജീവിതം നമുക്ക് കേൾക്കാം. जीवन तपस्यामय बनाने के लिए हम खुद तपस्वी मूर्ति बने. ജീവിതത്തെ തപോമയമാക്കാൻ നമ്മൾ സ്വയം തപസ്വി മൂർത്തിയായി മാറണം. न केवल हम अपने योग की अवधि बढ़ा दे, लेकिन ഇങ്ങനെ ആകരുത്. യോഗി ജീവിതം നമുക്ക് കുറച്ച് യോഗത്തിൻ്റെ ചാർട്ട് കുറച്ച് കൂട്ടിയെടുക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ച് കുറവാണ്, അപ്പം തപസ്യാകുക എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ഇരുന്ന് യോഗം ചെയ്യുകയാണ് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. തപസ്വി ജീവിതം എന്നാൽ 8 കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കേണ്ടി വരും. ഏറ്റവും ആദ്യത്തെ കാര്യം, ഹമാരെ ജീവൻ മേ സാധകി ഹോ. ജീവിതം വളരെ ലാളിത്യമുള്ളതായിരിക്കും, ലളിത ജീവിതം. ഫസ്റ്റ് പോയിന്റ്, ബാബ അനേക തവണ പറഞ്ഞിട്ടുണ്ട് മുരളികളിൽ, മക്കളെ ലൈഫ് സിമ്പിളായിരിക്കണം, സാമ്പിളായിരിക്കണം. തപസ്യാണെങ്കിൽ നിങ്ങൾ ലൗകിക രീതിയിൽ കോടിപതിയാകട്ടെ, പക്ഷേ തപസ്വി ജീവിതം, ബ്രഹ്മകുമാർ കുമാരി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ലാളിത്യപൂർണമായിരിക്കും. അപ്നെ വ്യക്തിഗത് ജീവൻ പർ, അതായത് ഒരു ബ്രഹ്മകുമാരൻ ബ്രഹ്മകുമാരി എത്ര വലിയ കോടീശ്വരനാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ അവർക്ക് ചെലവാക്കുന്ന സമയം കുറവും സേവനത്തിൽ കൂടുതൽ ശ്രദ്ധയും ഉണ്ടാക്കും. തനിക്ക് വേണ്ടി ചെലവാക്കുന്ന സമയം കുറവായിരിക്കും, സേവനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകും, പുരുഷാർത്ഥത്തിലായിരിക്കും അവരുടെ ശ്രദ്ധ കൂടുതൽ. രണ്ടാമത്തത്, ദൂസര ഹമാര ജീവൻ ആദർശ് ഹോ. രണ്ടാമത്തെ കാര്യം, ആരാ തപസ്വിയുമായ ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം മാതൃകാപരമായിരിക്കും, ആദർശപൂർണമായിരിക്കും. അതുകൊണ്ടാണ് ബാബ എന്ത് പറയണേ? സിമ്പിൾ കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് ഏതാ ഉപയോഗിച്ചത്? സാമ്പിൾ.
മാതൃകാപരം, ആദർശപൂർണമായിരിക്കും. അതായത് മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നണം, ഞങ്ങൾക്ക് ഇവരെ കണ്ടിട്ട് വളരെയധികം സന്തോഷമായി. താങ്കളോട് ഇത് പറയണം, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാണ്. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ജീവിത പാഠങ്ങളെല്ലാം ലഭിച്ചത്? താങ്കളുടെ ജീവിതം പ്രേരണാദായകമാണ്. എന്തുകൊണ്ടെന്നാൽ താങ്കളുടെ സംസാരം, താങ്കളുടെ പെരുമാറ്റം, താങ്കൾ നോക്കുന്നത്, ഇരിക്കുന്നത്, നടക്കുന്നത് എല്ലാം ഞങ്ങളെല്ലാവരിൽ നിന്നും തികച്ചും വേറിട്ട രീതിയാണ് താങ്കളുടേത്. സദാ പുഞ്ചിരിക്കുന്ന മുഖമാണ്. സർവരോടും ആത്മീയ സ്നേഹത്തോടെയാണ് താങ്കൾ നോക്കുന്നത്, ഇടപഴകുന്നത്. तो किसी से आपका झगड़ा होता नहीं. ആർക്കും താങ്കളോട് യാതൊരു വഴക്കുമില്ല, പോരടിക്കാൻ വരുന്നില്ല താങ്കളോടാരും. താങ്കൾ ആരോടും പിണങ്ങിയും ഇരിക്കുന്നില്ല. താങ്കളോട് വഴക്കടിക്കാൻ വരാൻ ആർക്കും തോന്നുന്നില്ല. താങ്കൾ ആരോടും ചേരാതെ ഇരിക്കുന്നില്ല. അതായത് താങ്കളുടെ വ്യവഹാരം മധുരമാണ്. എല്ലാവരോടുമുള്ള തൻ്റെ കടമകൾ കൃത്യതയോടെ നിറവേറ്റുന്നുണ്ട്. ഹമാരാ പൂരാ ജീവൻ ഇപ്രകാരം, ഭൈജി പറയണേ, ഇപ്രകാരം നോക്കിയാൽ നമ്മുടെ ജീവിതം പൂർണ്ണമായും മാതൃകാപരമായിരിക്കണം, പ്രേരണാദായകമായിരിക്കണം മറ്റുള്ളവർക്ക്. ബാബ പറയണ, തും ബച്ചേ ഹി മേരാ ഷോപ്പീസ് ഹോ. ബാബ എപ്പോഴും എന്താ പറയുക? നിങ്ങൾ എൻ്റെ കുട്ടികളാണ്, എൻ്റെ ഷോക്കേസിലെ ഷോപ്പീസുകൾ. നിങ്ങളെ കണ്ടിട്ട് വേണം മറ്റുള്ളവർ ഈ കടയിൽ അല്ല ഷോപ്പിങ്ങിന് വരാൻ. നിങ്ങളുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നണം, ഞങ്ങൾക്ക് ഈ കടയിൽ പോയി പർച്ചേസ് ചെയ്യണം. അതേപോലെ ആയിരിക്കണം നിങ്ങൾ കുടുംബത്തിലിരിക്കുന്ന ഓരോരോ കുട്ടികളുടെയും ജീവിതം മറ്റു കുടുംബസ്ഥർക്ക് പ്രേരണാദായകമാക്കണം. ജീവിക്കുകയാണെങ്കിൽ ഇവരെ പോലെയാണ് ജീവിക്കേണ്ടത്. നിങ്ങൾ എൻ്റെ മക്കൾ ചൈതന്യ മ്യൂസിയങ്ങളായിരിക്കണം. അപ്പോൾ പറയുന്നത്, നിങ്ങൾ എവിടെ പോയോ അവിടെയെല്ലാം സേവ നടക്കും. അപ്പോൾ പറയുന്നത്, നിങ്ങൾ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്ന ബൊമ്മകളാകുന്ന മ്യൂസിയത്തിലെ അല്ല, ബൊമ്മകളല്ല. പിന്നെയോ പാപ്പന് നിങ്ങൾ എവിടെ ജീവിക്കുന്നോ നിങ്ങൾ ചൈതന്യ മ്യൂസിയമാണ്. അതിനാൽ സദാ തൻ്റെ മേൽ ശ്രദ്ധ വയ്ക്കണം. എന്ത് ശ്രദ്ധ? മാതൃകാപരമല്ലാത്ത ഒരു കാര്യവും എന്നിൽ നിന്ന് ഉണ്ടാക്കരുത്. മറ്റുള്ളവർക്ക് മാതൃകയേകുന്ന തരത്തിലുള്ളതല്ലാത്ത ഒരു കാര്യവും എന്നിൽ നിന്ന് ഉണ്ടാക്കരുത്. മനുഷ്യർ പറയാറുണ്ട്, നമ്മളൊക്കെ മനുഷ്യരല്ലേ, മനുഷ്യന്ന് പറഞ്ഞാലേ തെറ്റൊക്കെ സംഭവിക്കും. ഇപ്രകാരം മനുഷ്യൻ തൻ്റെ തെറ്റുകളെ ലൂസാക്കി വിടുന്നത് ഈ പേര് പറഞ്ഞിട്ടാ. മനുഷ്യരാണെങ്കിൽ തെറ്റും കുറ്റമൊക്കെ ഉണ്ടാവും, അവരുടെ പേരാ മനുഷ്യർ എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിച്ചുകൊണ്ട് തൻ്റെ തെറ്റുകളെയും കുറ്റങ്ങളെയും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവശീലുണ്ട്. ഉദാഹരണത്തിന് വൈസാബ് പറയാ, ഒരാള് ആ ആൾ എപ്പോഴും ഒച്ചത്തിൽ സംസാരിക്കും, ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കും. അയാളോട് മറ്റുള്ളവർ പറയാണ്, താങ്കൾ ഇത്ര ഒച്ചത്തിൽ സംസാരിക്കില്ലേ, ഭയങ്കര ശബ്ദമാണ്. ഇത് കേട്ടാൽ മറ്റുള്ളവർക്ക് തോന്നും താങ്കൾ വഴക്കടിക്കുകയാണെന്ന്. ഇത്ര ഒച്ചത്തിൽ സംസാരിക്കില്ലേ, കുറച്ച് ശബ്ദം കുറച്ച് സംസാരിക്കൂ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് പറയും? ഇതെൻ്റെ ശീലമാണ്, എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റൂ, എൻ്റെ ശബ്ദം ഇത്രയുണ്ട്, എനിക്കിത് കുറയ്ക്കാനൊന്നും പറ്റില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്കിങ്ങനെ സംസാരിക്കാനാക്കൂ. ഇതാണ് എൻ്റെ സാമാന്യ സംസാരം. ഇപ്രകാരം പറഞ്ഞ് സ്വയത്തെ ന്യായീകരിക്കും. അപ്പം പറയണ, എപ്പോഴെങ്കിലും ആ മനുഷ്യൻ പറയോ, ഇല്ല ഞാൻ ശ്രദ്ധിക്കാം, കുറച്ച് സൗണ്ട് കുറയ്ക്കാം
ബാബ പറഞ്ഞു ഇങ്ങനെ പറയുന്നവരുടെ എണ്ണം വളരെ അപൂർവമായിരിക്കും. പൊതുവെ എന്തേ പറയുള്ളൂ, ഞാൻ ഇങ്ങനെ തന്നെയാ, എൻ്റെ സൗണ്ട് ഇങ്ങനെയാ, ഞാൻ എന്ത് ചെയ്യാനാ, തിരിച്ചിങ്ങനെ പറയും. അതുകൊണ്ടാണ് പറയണത് ബാബ നിങ്ങളുടെ ജീവിതം ഇങ്ങനെയാക്കരുത്, നിങ്ങളുടേത് ആദർശപൂർണമായ ജീവിതമായിരിക്കണം. ആരെങ്കിലും ഒരു കുറവ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യണം, തിരുത്തണം. എത്രത്തോളം ശ്രേഷ്ഠതരമായ ഉത്തമമായ രീതിയിൽ പെരുമാറാം, ആ ഏറ്റവും ഉത്തമമായ പെരുമാറ്റമായിരിക്കണം താങ്കളിൽ നിന്നുണ്ടാകേണ്ടത്. കാരണം നമ്മൾ ജ്ഞാനയോഗത്തിലൂടെ ഉത്തമരായിക്കൊണ്ടിരിക്കുന്നവർ, പുരുഷോത്തമരാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പം ജ്ഞാനയോഗ ബലം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഉത്തമമായിരിക്കണം താങ്കളുടെ ഓരോ പെരുമാറ്റവും. മൂന്നാമത്തത് തീസരി ബാത് ഹെ സാത്വികത. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണമായും ജീവിതം സാത്വികമായിരിക്കണം. സാത്വികമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ബാബ നമ്മുടെ ജീവിതത്തെ തന്നെ സാത്വികമാക്കി മാറ്റി. ധരിക്കുന്ന വസ്ത്രം, കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന പാനീയം, പിന്നെ ടോട്ടൽ ജീവിതം എല്ലാം സാത്വികമാക്കണം. ഉദാഹരണത്തിന് ജാസ്തി മുളക്, മസാല, അച്ചാറ്, പപ്പടങ്ങൾ, ഇങ്ങനെയുള്ള സാധനം, വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങൾ, ഇതിൽ നിന്നെല്ലാം താങ്കളുടെ ജീവിതം ദൂരെയാക്കണം. അപ്പോഴേ അതിനെ സാത്വിക ഭക്ഷണം എന്ന് പറയാൻ കഴിയും. താങ്കളുടെ നാവിന് വേണ്ടി കഴിക്കുന്നിടത്തോളം കാലം താങ്കൾ സാത്വികനല്ല. എനിക്ക് എരിവാ ഇഷ്ടം, എനിക്ക് വറുത്തതും പൊരിച്ചതാണ് ഇഷ്ടം. അപ്പം താങ്കൾ താങ്കളുടെ നാവിന് വേണ്ടിയിട്ടാണ് കഴിക്കണേ. താങ്കളുടെ ശരീരത്തിനും മനസ്സിനും വേണ്ടിയിട്ടുള്ള ഭക്ഷണമല്ല താങ്കൾ കഴിക്കുന്നത്. ഇതുവരെ നാവ് പൊള്ളുന്ന പോലെയുള്ള സാധനം കഴിക്കുന്നോ, എന്നിട്ട് അയ്യോ 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 എരീണേ എരീണേ ഇങ്ങനെ താങ്കൾ പറയണു, അർത്ഥം അത് സാത്വിക ആഹാരമല്ല. താങ്കൾ എന്തിന് നാവിനെ കത്തിക്കുന്നത് പോലെയുള്ള ആഹാര സാധനം ഉണ്ടാക്കി കഴിക്കണം? അപ്പം അത് നാവിന് വേണ്ടി മാത്രം കഴിക്കുകയല്ലേ. ഷോ 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 എന്ന് പറയണു, അർത്ഥം തന്നെ എരിയുക, അർത്ഥം കത്തുകയാണ്. നാവ് കത്തുന്നെങ്കിൽ താങ്കളുടെ വയറും കത്തും. താങ്കളുടെ ഉള്ളിലേക്ക് ഈ ആഹാരം, നാവിനെ കത്തിച്ച ആഹാരം താഴേക്ക് ശരീരത്തിലെ എവിടേക്കൊക്കെ പോകുന്ന ഓരോ അവയവത്തെയും കത്തിച്ചുകൊണ്ടാണ്. അത് കാലാകാലങ്ങളിൽ കത്തി 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 അവസാനം എന്താകും? ഓരോ അവയവവും കരിയാൻ തുടങ്ങും. ആ കരിയുമ്പോഴാണ് അതിനെ എന്ത് പറയുക? ക്യാൻസർ, അത് ഇത് മറ്റേതെന്ന് പറയാം. അപ്പോൾ താങ്കൾ കഴിക്കുന്നത് സാത്വികാഹാരമാണ്. നമ്മൾ പറയും നമ്മൾ വെജിറ്റേറിയൻസ് ആണ്, നമ്മൾ ഉള്ളി വെളുത്തുള്ളി കഴിക്കില്ല. പൈസ പറയുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കഴിക്കാതിരുന്നതുകൊണ്ട് മാത്രമായില്ല. നാവിനെ കത്തിക്കുന്ന തരത്തിലുള്ള ആഹാരം താങ്കൾ കഴിക്കുന്നുവെങ്കിൽ അതൊന്നും സാത്വികമല്ല. നമ്മൾ പറയാറുണ്ടല്ലോ, സാത്വികാഹാരം ആണെങ്കിൽ എന്ത് ചെയ്യരുത്? മദ്യപിക്കരുത്, പുകവലിക്കരുത്, സിനിമ കാണില്ല, നോവലുകൾ പഠിക്കില്ല. ഇതെല്ലാം അസാത്വികമാണ്, തമോ ഗുണിയാണെന്ന് താങ്കൾക്കറിയാം. താമസിക സ്വഭാവങ്ങളും ശീലങ്ങളുമാണെന്നും താങ്കൾക്കറിയാം. സാത്വിക ഭോജനം ബാബയുടെ ഓർമ്മയിലുണ്ടാക്കിയതായിരിക്കും. ഓർമ്മയിൽ സമർപ്പിച്ച് കഴിക്കുന്നതായിരിക്കണം. പഴങ്ങളായിരിക്കണം അധികം ഭക്ഷണം, പഴങ്ങളായിരിക്കണം ജാസ്തി കഴിക്കേണ്ടത്. പിന്നെ താങ്കളുടെ ആഹാരം വളരെയധികം ലൈറ്റായിരിക്കണം. വയറിന് ഭാരം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണം താങ്കൾ കഴിക്കരുത്. ആഹാരം കഴിച്ചു വയ്യ എന്ന് പറയേണ്ട അവസ്ഥ വരരുത്. ആഹാരം കഴിക്കുന്നത് വയ്യാതാവാനല്ല. ആഹാരം എന്തിനാ? ഊർജത്തിനാ. ഭക്ഷണം കഴിച്ചു ഞാൻ ക്ഷീണിച്ചു, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ,
എന്താ താങ്കൾ കിടക്കാൻ വേണ്ടിയിട്ടാണോ ഭക്ഷണം കഴിച്ചത്? താങ്കൾ ഭക്ഷണം കഴിച്ചത് ഊർജത്തോടെ ഉല്ലാസത്തോടെ ഓടാനാ, പണിയെടുക്കാനാ. അതിന് താങ്കൾക്ക് കഴിയുന്നില്ല, താങ്കൾ ക്ഷീണിച്ചു ഭക്ഷണം കഴിച്ചിട്ട്. അതിൻ്റെ അർത്ഥം അത് ഭാരിച്ച ഭക്ഷണം താങ്കൾ കഴിച്ച്. അങ്ങനെ ഭാരം താങ്കൾക്ക് അനുഭവപ്പെടരുത് ഭക്ഷണത്തിന് ശേഷം. അതുകൊണ്ടാണ് പറയണ ബാബ, താങ്കളുടെ ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം? ഭാരരഹിതമാക്കണം. മാലാഖ സ്ഥിതി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ? താങ്കൾ എന്താ വിചാരിച്ചേ? ഭാരരഹിതം എന്ന് പറഞ്ഞാൽ, മാലാഖ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വരും അതിൽ. മാലാഖയ്ക്ക് ഭാരം ഇല്ലല്ലോ. അപ്പൊ താങ്കളുടെ ഭക്ഷണത്തിന് എങ്ങനെ ഭാരം ഉണ്ടാക്കാൻ പറ്റും? അഥവാ താങ്കൾ എപ്പോഴും താങ്കളുടെ നാവിന് രുചിക്ക് പിന്നാലെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായും താങ്കൾ നാവിൻ്റെ അടിമയാണ്, രാജയോഗിയല്ല. രാജയോഗി രാജാവായിരിക്കും, അടിമയായിരിക്കില്ല. താങ്കൾ രുചിയുടെ പിന്നാലെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ താങ്കൾ രാജയോഗിയല്ല. പിന്നെയോ ഇപ്പോഴും താങ്കൾ താങ്കളുടെ നാവിൻ്റെ അടിമയാണ്. പിന്നെ എങ്ങനെ? ഇതുവരെ താങ്കൾ താങ്കളുടെ ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ തൂങ്ങിക്കിടക്കുകയാണോ? താങ്കൾ എങ്ങനെ തപസ്സി ചെയ്യും? ജോ ചീസെ ഭോജൻ കെ ഹിസ്സെ നഹീം. താങ്കൾ തിരിച്ചറിയണം, നാവിന് രുചി പകരുന്ന സാധനങ്ങൾ അതിൻ്റെ പിന്നാലെ പോയാൽ അത് താങ്കളുടെ ഭോജനത്തിൻ്റെ ഭാഗമാകില്ല. താങ്കൾ രുചിയുടെയും ഇഷ്ടത്തിൻ്റെയും പിന്നാലെയാണ് സഞ്ചരിക്കണമെങ്കിൽ അത് സാത്വിക ഭോജനമാകണമെന്നില്ല. അതുകൊണ്ട് നല്ല ആഹാര പാനീയങ്ങൾ, സാത്വിക ആഹാര പാനീയങ്ങൾ ശീലമാക്കും. നല്ല ഭോജനം, സാത്വിക ഭോജനം, യോഗയുക്ത ഭോജനം സ്വീകരിക്കണം. പക്ഷേ ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട സ്വാദിൻ്റെ അധീനത്തിലാണ് കഴിക്കുന്നതെങ്കിൽ അതിന് സാത്വിക ഭോജനം എന്ന് പറയില്ല. നാലാമത്തത് അലൗകികത. ഏത് കർമ്മമാണ് താങ്കൾ ചെയ്യുന്നതെങ്കിൽ, എവിടെയാണെങ്കിലും ആ കാര്യങ്ങളിൽ അലൗകികത ഉണ്ടായിരിക്കണം. താങ്കൾ ഇരിക്കുന്നത് കുടുംബത്തിലാക്കാം, ഗൃഹസ്ഥത്തിലെ കാര്യങ്ങളാക്കാൻ ചെയ്യണേ, ജോലിയാക്കാം. പക്ഷേ അതിൽ അലൗകികത ഉണ്ടായിരിക്കണം. അലൗകികത ഇല്ലാത്തതാണ് ആ കർമ്മമെങ്കിൽ താങ്കൾ അതെങ്ങനെ ചെയ്യും? ജ്ഞാനയുക്തമായിരിക്കണം, അലൗകികവുമായിരിക്കണം. ബാബ നമ്മുടെ ദൃഷ്ടി, വൃത്തി, ജീവിതശൈലികളെല്ലാം മാറ്റിക്കഴിഞ്ഞു. ലൗകികര് ചെയ്യുന്നതെല്ലാം താങ്കൾക്ക് ചെയ്യാൻ പറ്റില്ല. കലിയുഗ ലോകത്തിൽ ചെയ്യുന്നതെല്ലാം താങ്കൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബാബ പറയണ, മക്കളെ, ഇച്ഛാമാത്രം അവിദ്യാസ്ഥിതിയിലേക്ക്. ഇച്ഛകളുടെ പിന്നാലെ പായല്ലേ, ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്യാൻ വിചാരിക്കരുത്. അത് ബാബയുടെ ശ്രീമതത്തിന് അനുകൂലമാണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലേ? എൻ്റെ ബാബയുടെ കുട്ടികൾ എത്ര പേര് ജ്ഞാനമാർഗത്തിൽ വന്നതിന് ശേഷം ജോലികൾ പോലും മാറ്റാറുണ്ടല്ലോ. ശ്രീമതത്തിന് അനുകൂലമല്ലാത്ത ജോലികളാണെങ്കിൽ അതുപോലും മാറ്റും. കാരണം പല ഇതിലും അല്ലെ ബാബയുടെ ശ്രീമതം വിട്ടിട്ട് പല തെറ്റുകളും അധർമ്മങ്ങളും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ജോലികളാണെങ്കിൽ പോലും അല്ലെ, രജോ ഗുണി കർമ്മങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റാറുണ്ടല്ലോ. അപ്പം ബാബ പറയണേ, അത് നോക്കണം. കംസേ കം ഇച്ഛായോ, ഇച്ഛകൾ എപ്പോഴും ഏറ്റവും കുറവായിരിക്കും. ഏറ്റവും കുറഞ്ഞ ഇച്ഛകളും ആശകളും കൊണ്ട് ജീവിക്കൂ. അതായത് ഞാൻ നിങ്ങളോട് പറയണേ, ഒരിച്ഛകളും വേണ്ട എന്നല്ല. ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാനുള്ള ഇച്ഛകൾ ആവശ്യമുണ്ട്. പക്ഷേ ബാബയുടെ ശ്രീമതത്തിന് അനുകൂലമല്ലാത്ത ഇച്ഛകളെ കളയും. തുമ്മച്ച് ഇച്ഛകളും പാടില്ല. നമ്മുടെ ഇച്ഛകളിലും നോക്കണം. എന്ത് നോക്കണം? ഈ ഇച്ഛ അലൗകികമാണോ? ഈ ആഗ്രഹം എനിക്ക് വന്നു, ഈ സങ്കല്പം എനിക്ക് വന്നു, ഈ തോന്നല്, പക്ഷെ ഇത്
അലൗകികമാണോ, സാത്വികമാണോ, പരമാർത്ഥമാണ്, ഈശ്വരൻ്റെ ശ്രീമതത്തിന് അനുകൂലമാണ്, എങ്കിൽ താങ്കൾ ആ ഇച്ഛകളെ മുറുകെ പിടിച്ച് സഞ്ചരിക്കാവൂ. ലൗകിക ഇച്ഛകൾ ഏറ്റവും കുറയ്ക്കും. ഇച്ഛകളാൽ ഈ ലോകം വളരെയധികം സംഘർഷപൂരിതമായിരിക്കുകയാണ്. ഓരോരുത്തർക്കും തോന്നുന്നത് ചെയ്യുകയും പറയുകയും അല്ലേ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ലോകത്തിൽ മുഴുവൻ സംഘർഷം. കാരണം എല്ലാവർക്കും എന്താ വേണ്ടത്? എൻ്റെ ഇഷ്ടം നടക്കണം, ഞാൻ വിചാരിച്ച പോലെ നടക്കണം. ബാബ പിന്നെ അതാണ് ലോകത്തെ സംഘർഷത്തിലേക്ക് കൊണ്ടുവന്നിരിക്കണേ. അനേക ഇച്ഛകൾ നിങ്ങളുടെ അവസ്ഥയെ തന്നെ മോശമാക്കുക. അതിനാൽ ബാബ പറയാണ്, മക്കളെ, സാരത്തിൽ ബാബ ഒറ്റ ശബ്ദം പറയണത് ഇച്ഛ മാത്രം അവിദ്യ. ഇച്ഛ എന്താണെന്ന് പോലും അറിയാത്തവരാകൂ എന്ന ഒറ്റ വാക്ക് ബാബ പറഞ്ഞു തരുന്നതിൻ്റെ കാരണം അതാണ്. അതായത് ജീവിക്കാനുള്ള ഒരു ഇച്ഛയും വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങളതിൻ്റെ ഭാവം ശരിയായിട്ട് മനസ്സിലാക്കൂ. മനസ്സിലായല്ലോ? ഏക് ബാബ മിൽ ഗയാ ഹൈ. ഒരു ബാബയെ കിട്ടിക്കഴിഞ്ഞു. ഈ സന്തോഷത്തിൽ നിങ്ങൾക്കറിയാം എല്ലാം പ്രാപ്തമായി. അഥവാ ഇനിയും താങ്കളുടെ തൃഷ്ണകളിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, താങ്കൾ രാജയോഗിയല്ല ആകുക, പിന്നെയോ അടിമയായിക്കൊണ്ടിരിക്കും, ഇച്ഛകളുടെ അടിമ. അഞ്ചാമത്തെ കാര്യം, കം സെ കം ഹമേ 4 ഘണ്ടെ योग में रहना है. ഏറ്റവും ചുരുങ്ങിയതൊരു ദിവസം 4 മണിക്കൂർ താങ്കളുടെ യോഗത്തിലുണ്ടാവണം. അതായത് 4 മണിക്കൂർ യോഗം എന്ന് പറഞ്ഞാൽ താങ്കളുടെ യോഗി ജീവിതം അഖണ്ഡമാകണം. അടുത്ത പോയിന്റ്, അഖണ്ഡം. അഖണ്ഡം എന്നാൽ യോഗാഗ്നി കത്തിക്കൊണ്ടിരിക്കണം, അഗ്നി അണയരുത്. യോഗം സദാ ജ്വാലാരൂപ യോഗം എന്നല്ല ഞാൻ പറയണേ, യോഗാഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കണം. യോഗം ഇടയ്ക്കിടയ്ക്ക് മുറിയരുത്. അതായത് താങ്കളുടെ അവസ്ഥ യോഗം അഖണ്ഡമാകുന്ന അർത്ഥം താങ്കളുടെ അവസ്ഥ ഏകരസമായിരിക്കണം. ഏകരസ സ്ഥിതിയിലിരിക്കാൻ കഴിയുന്ന അർത്ഥം താങ്കളുടെ ഇത് യോഗീ ജീവിതമാണ്. യോഗം അല്ലെ, യോഗാഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഫുൾ ഡേ താങ്കൾക്ക് സർവസംബന്ധങ്ങളും ബാബയിലുണ്ടായിരിക്കണം. ഫുൾ ഡേ ബാബയിൽ ബുദ്ധി തൂങ്ങിക്കിടക്കണം. അല്ലാതെ ഇങ്ങനെ ആകരുത് 4 മണിക്കൂർ ഞാൻ എവിടെയെങ്കിലും കുത്തിയിരുന്ന് യോഗം ചെയ്തു. ഞാൻ അതല്ല പറയണം നിങ്ങളോട്. ഇരുന്നുള്ള യോഗം തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ താങ്കളുടെ മുഴുവൻ ദിവസവും ബാബയുമായി സർവസംബന്ധവും ഉണ്ടായിരിക്കണം. കുറച്ച് സമയം ബുദ്ധിയോഗം ബാബയിൽ, ബാക്കി ഫുൾ ഡേ ബാബയിൽ നിന്ന് ഡിസ്കണക്റ്റ്. അതാകരുത്. അത് യോഗീ ജീവിതമല്ല. അതായത് താങ്കളുടെ ബുദ്ധി ജ്ഞാന യോഗത്തിൽ നിന്ന് കാലിയാക്കരുത്. മുഴുവൻ ദിവസവും പുറം ലോകത്തിലെ, ലൗകിക ലോകത്തിലെ, കലിയുഗീ ലോകത്തിലെ കാര്യങ്ങൾ, ലൗകിക കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുക. ഇതാകരുത്. രാവിലെ മുരളി കേൾക്കുമ്പോൾ മുരളി കേട്ടു, അമൃതവേള ചെയ്തു, ബാക്കി ഫുൾ ഡേ ലൗകികത, ലൗകിക ലോകത്തിലെ കാര്യങ്ങളും വ്യവഹാരങ്ങളും, ചിന്തയും വാക്കും എല്ലാം ഫുൾ ഡേ ഉറങ്ങണവരെ പിന്നെ ലൗകികതയിൽ മുഴുകി. ഇതാകരുത്. ലൗകിക ലോകത്തിൽ താങ്കൾക്ക് ജീവിക്കണം, പക്ഷെ താങ്കൾ ലൗകികനാകരുത്. ലൗകികത്തിലിരിക്കുമ്പോഴും താങ്കൾ, നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു പോയിന്റ്, താങ്കളുടെ എല്ലാ കർമ്മങ്ങളും അലൗകികമായിരിക്കണം. താങ്കളുടെ ബുദ്ധി ലൗകിക കാര്യങ്ങൾ ചെയ്യുമ്പോഴും താങ്കളുടെ ബുദ്ധിയിൽ ജ്ഞാനയോഗം ഉണ്ടാകണം. ജ്ഞാനയോഗത്തിന് യുക്തമായതായിരിക്കണം താങ്കളുടെ ലൗകിക വ്യവഹാരങ്ങൾ. അതായത് ഇത്രയും നോക്കിക്കൊണ്ടിരിക്കൂ. താങ്കൾ എല്ലാ ജോലികളും ചെയ്യുമ്പോഴും ജ്ഞാനത്തിൻ്റെ സ്മരണ, മനനം, ജ്ഞാനയുക്തമാണോ താങ്കൾ? അപ്പോഴും സുദർശന ചക്രം അപ്പോഴും കറങ്ങുന്നുണ്ടോ? ബാബയുടെ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ
ബാബയുടെ മുരളി പഠിച്ചുകൊണ്ട്, മുരളി കേട്ടുകൊണ്ട്, മുരളികളുടെ പോയിൻറ്റ്സ് ഓർമ്മിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബാബയുടെ മുരളികൾ ഡയറിയിൽ എഴുതിക്കൊണ്ട്, അങ്ങനെ ഫുൾ ഡേ എത്ര സമയം എൻ്റെ ബാബയുടെ മുരളി എഴുതിയും വായിച്ചും ബാബയുടെ പാട്ട് കേട്ടും പോയിന്റുകൾ ചിന്തിച്ചുകൊണ്ടും ഇപ്രകാരം ഒരു ദിവസം താങ്കളുടെ എത്ര മണിക്കൂർ അഖണ്ഡമായി കടന്നു പോകുന്നുണ്ട്. ഇത് താങ്കൾ ചെക്ക് ചെയ്യണം. കഹനേക്ക ഭാവം, ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഭാവം ഇതാണ്. ഹൽക്കെ രൂപമേ ഭീ സഹി പർ യാദ് രഹേ. അതായത് വെറുതെ താങ്കൾ സാധാരണ ജോലി വേലകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും താങ്കൾ വളരെ ലൈറ്റായിട്ട് താങ്കളെ നോക്കിക്കൊണ്ടിരിക്കണം. ആ സമയത്തും താങ്കളുടെ ഉള്ളിൽ ഓർമ്മയുണ്ടോ, ഞാനൊരാത്മാവാണ്? ആത്മബോധത്തിലാണോ താങ്കൾ സാധാരണ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതോ സാധാരണ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും താങ്കൾ വീണ്ടും ശരീരബോധത്തിൽ സാധാരണ ലൗകികരെ പോലെയാണോ പെരുമാറുന്നത്? ഇത് താങ്കൾ നോക്കണം. അത് യോഗമാണ്, അത് യോഗീ ജീവിതമാണ്. താങ്കൾ ചെയ്യുന്നത് സാധാരണ ജോലികളാകാം, പക്ഷെ അപ്പോഴും താങ്കൾ നോക്കൂ, താങ്കളുടെ ബുദ്ധിയിൽ എന്താ? ഞാനൊരു ആത്മാവാണെന്ന സ്മൃതിയിലാണോ? ദേഹമല്ല. ബാബ, ഞാൻ ബാബയുടെ കുട്ടിയാണ്, എനിക്കിപ്പോൾ പരംധാം വീട്ടിലേക്ക് പോകാനുള്ള സമയമാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ. കൂടുതലൊന്നും ഹൈസാബ് പറയണ, നിങ്ങൾ ജ്ഞാനത്തിലെ വലിയ വലിയ കാര്യമൊന്നും ഓർമ്മിച്ചില്ലെങ്കിലും മിനിമം ഇത്രയും കാര്യം താങ്കളുടെ ബുദ്ധിയിൽ ഉണ്ട്. ഞാൻ ആരാണെന്നും ആരുടേതാണെന്നും എവിടേക്കാണ് എനിക്ക് പോകേണ്ടതെന്നും തിരിച്ച് എവിടേക്കാണ് എനിക്ക് വരേണ്ടത്. ഹൈസാബ് ചോദിക്കണേ, ഇത്രയും കാര്യം ഫുൾ ഡേ താങ്കളുടെ ബുദ്ധിയിൽ ഓടുന്നുണ്ടോ? ഇസ്കുമേ കേത്താഹും, ഇതിനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യോഗ അഗ്നി. ഈ ഓർമ്മയുടെ അഗ്നി താങ്കളിൽ കത്തിച്ചൊലിച്ച് നിൽക്കണം. ഈ തിരിയെങ്കിലും അണയരുത് ഫുൾ ഡേ. അത് അഖണ്ഡമായിരിക്കണം, അത് അഖണ്ഡമായിരിക്കണം. ബുദ്ധിയിൽ ജ്ഞാനത്തിൻ്റെ ഏതെങ്കിലും ചെറിയ ചെറിയ പോയിന്റെങ്കിലും സിമ്പിളായിട്ടെങ്കിലും താങ്കളുടെ ബോധതലത്തിൽ അഗ്നി കത്തുക എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത പോയിന്റ്, യോഗം അഖണ്ഡവുമായിരിക്കണം. അടുത്ത പോയിന്റ്, സാത് സാത് പ്രചണ്ഡ ബേഹവും ശക്തിശാലിയുമായിരിക്കണം. അഖണ്ഡവും പ്രചണ്ഡവും. അഖണ്ഡം അതെന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി തീവ്രം. പ്രചണ്ഡം എന്ന് പറഞ്ഞാൽ തീവ്രം, ശക്തിശാലി. അതായത് തപസ്വി ജീവിതത്തിൻ്റെ അർത്ഥം താങ്കളുടെ ജീവിതത്തിൽ യോഗ അഗ്നിയായിരിക്കണം ശക്തിശാലിയായിരിക്കേണ്ടത്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കട്ടിയുള്ള ഇരുമ്പിനെ വളയ്ക്കാൻ അഗ്നിയിലാണ് ഇടുക, തീ കൊണ്ടാണ് അതിനെ സോഫ്റ്റാക്കി എടുക്കുക. അതേപോലെ താങ്കളുടെ ഉള്ളിൽ ശക്തിശാലിയായ യോഗത്തിന് താങ്കളുടെ എല്ലാ പഴയ ശീലങ്ങളെയും പരിവർത്തനപ്പെടുത്താൻ, വളയ്ക്കാൻ പറ്റണം. താങ്കളുടെ യോഗം കൊണ്ട് താങ്കളെ പരിവർത്തനപ്പെടുത്താൻ. അതാണ് ഞാൻ പറഞ്ഞത്, താങ്കളുടെ യോഗം പ്രചണ്ഡമായിരിക്കണം. പ്രചണ്ഡമായ, അതായത് ശക്തിശാലിയായ യോഗം കൊണ്ട് തൻ്റെ പഴയ ശീലങ്ങളെ ഓരോന്നോരോന്നായി പരിവർത്തനപ്പെടുത്തും. രണ്ടാമത്തത്, താങ്കളുടെ 63 ജന്മങ്ങളുടെ വികർമ്മം ഭസ്മമാക്കണം. എന്നാലേ കർമ്മഭോഗ രോഗങ്ങളൊക്കെ കുറയുള്ളൂ. രോഗം, മറ്റ് വിഘ്നങ്ങൾ, തടസ്സങ്ങൾ, സമസ്യകൾ, പൈസ പറഞ്ഞ ഇതൊക്കെ കുറയണ്ടേ? കാരണം ഏതെങ്കിലും ഒരു തരത്തിൽ കർമ്മം സെറ്റിൽ ചെയ്യണം. അപ്പം താങ്കൾ ലക്ഷ്യം ഇത് വയ്ക്കൂ, താങ്കളുടെ യോഗം ഇത്രയും ശക്തിശാലിയായിരിക്കട്ടെ, ഇരുന്ന് ചെയ്യുന്ന യോഗത്തിന് ഇത്രയും ശക്തി ഉണ്ടാകണം, അതിലൂടെ താങ്കളുടെ പാപം പഴയത് ഭസ്മമാകണം. ഓരോ ദിവസവും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഏത് പഴയ ശീലത്തെ എനിക്ക് പരിവർത്തനപ്പെടുത്തിയെടുക്കാൻ കഴിയും, എത്ര മാറ്റം എൻ്റെ സ്വഭാവത്തിൽ, ശീലങ്ങളിൽ അനുദിനം ചെക്ക് ചെയ്യും. സംസ്കാരത്തിൽ എത്ര മാറ്റം വന്നു. അതായത് ഡെയിലി താങ്കളെ നോക്കിക്കൊണ്ടിരിക്കണം. യോഗി ജീവിതത്തിലൂടെ ഞാൻ എത്ര ലൈറ്റ് ആയിക്കൊണ്ടിരിക്കണം, എത്ര എൻ്റെ ഭാരം കുറഞ്ഞു വരണം. വികർമ്മങ്ങളുടെ ഭാരവും പഴയ ശീലങ്ങളുടെ ഭാരം, പഴയ സംസ്കാരങ്ങളുടെ ഭാരം
ഇതിനെയാണ് ബാബ പറയുന്ന യോഗ ഭട്ടി. ഫർണസിൻ്റെ ഉള്ളിലിരുന്ന് താങ്കളെ പരിവർത്തനപ്പെടുത്തും. മനസ്സിലായോ? ചുരുക്കത്തിൽ സംക്ഷിപ്തമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തപസ്വി ജീവിതത്തിൻ്റെ രൂപരേഖ ഇപ്രകാരമായിരിക്കും. ഇത്രയും പോയിന്റുകളിൽ താങ്കൾ ശ്രദ്ധ വയ്ക്കും. എത്ര പോയിന്റായി? എന്തൊക്കെ പറഞ്ഞു? ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? സിമ്പിളായിരിക്കണം അല്ലേ, ലാളിത്യം. രണ്ടാമത്തത് സാമ്പിളായിരിക്കണം, മാതൃകാപരം അല്ലേ. പിന്നെ സാത്വികം. നാലാമത്തെ പോയിന്റ് ഏതായിരുന്നു? ബുക്ക് നോക്കിക്കോളൂ. സാത്വികം കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? അലൗകികമായിരിക്കണം അല്ലേ. പിന്നെ 4 മണിക്കൂർ യോഗത്തിൽ ശ്രദ്ധ വേണം, അഖണ്ഡമാകണം അല്ലേ. പിന്നെ പ്രചണ്ഡം, അഖണ്ഡം പ്രചണ്ഡം അല്ലേ, ശക്തിശാലി യോഗം. ഇനി ഭൈസാബ് പറയണേ, സംക്ഷിപ്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് തപസ്വി ജീവിതത്തിൻ്റെ രൂപരേഖ പറഞ്ഞു. ഇതില് ടോട്ടൽ നമ്മുടെ ജീവിതം സബ്സെ പഹലെ ഹം പ്രതിജ്ഞ കരേ. ജീവിതത്തിൽ അടുത്ത ലാസ്റ്റ് പോയിന്റ് പറയണേ, നമ്മുടെ ജീവിതം പ്രതിജ്ഞാബദ്ധമായിരിക്കണം. അതിലും 8 പ്രതിജ്ഞകൾ തീർച്ചയായും നമ്മൾ പാലിക്കണം. 8 പ്രതിജ്ഞ. നിങ്ങൾക്കറിയാം, പഴയ ലോകത്തിൽ നമ്മുടെ പൂർവികര് എപ്പോഴും മുതിർന്നവരെന്താ ചെയ്യുക? ഏത് കാര്യവും ആദ്യം പ്രതിജ്ഞ ചെയ്യിപ്പിക്കും. ഇപ്പോൾ ബ്രാഹ്മണരാണെങ്കിൽ കണ്ടിട്ടില്ലേ, ഒന്നുകിൽ വിവാഹ സമയത്തൊക്കെ കയ്യിൽ കൈപിടിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ വസ്ത്രാഗ്രഹങ്ങൾ തമ്മിൽ കെട്ടിക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അഗ്നി എടുത്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ വെള്ളം കയ്യിലെടുത്തുകൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിക്കും. അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരു സാക്ഷി, അഗ്നി സാക്ഷിയായിട്ട്, ജലത്തെ സാക്ഷിയാക്കിയിട്ട്. അവ പറയണേ, ഭൈസാബ് പറയണേ, അതായത് അറിയാം, ഒരു പ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളോടൊരു കടപ്പാടുണ്ടാവും. ആ ചെയ്ത പ്രതിജ്ഞയോടും ഒരു പ്രതിബദ്ധത മനുഷ്യൻ ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഇന്നാളുടെ മുന്നിൽ, അച്ഛൻ്റെ മുന്നിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ, അല്ലെങ്കിൽ അഗ്നി സാക്ഷിയായിട്ട് ഞാൻ പ്രതിജ്ഞ ചെയ്തപ്പോൾ ആ പ്രതിജ്ഞ നിറവേറ്റാനുള്ള ഒരു ഊർജം പകരാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം ചെയ്യിപ്പിച്ചിരുന്നത്. ബാബയും നമ്മൾ കുട്ടികളോട് പറയുന്നത് അത് തന്നെയാണ്. എങ്ങനെയാണോ ക്രിയകർമ്മങ്ങൾ ചെയ്യിക്കുന്ന ബ്രാഹ്മണര് പ്രതിജ്ഞകൾ ചെയ്യിപ്പിച്ചിരുന്നത്? പ്രതിജ്ഞ അർത്ഥം ദൃഢസങ്കല്പം. അവിടെ ആദ്യം ചെയ്യേണ്ട പ്രതിജ്ഞ, താങ്കളോട് അൽബേലാപ്പൻ നഹി, ഞാൻ ഒരിക്കലും കെയർലെസ് ആവില്ല, അശ്രദ്ധ കാണിക്കില്ല, ഞാൻ എൻ്റെ മേലെ സ്വയം കെയർലെസ് ആവില്ല. ഇതാണ് ആദ്യം താങ്കൾ ചെയ്യേണ്ട പ്രതിജ്ഞ. കാരണം അശ്രദ്ധയും ആലസ്യവുമാണ് കടുത്ത ശത്രു, യോഗിയുടെ കടുത്ത ശത്രുവാണ്. ബാബ പറയില്ലേ, 5 വികാരം കഴിഞ്ഞാൽ പിന്നെ 6ാമത്തെ വികാരമാണ് ആലസ്യവും അശ്രദ്ധയും യോഗി ജീവിതത്തിൽ. അതുകൊണ്ട് ഇത് താങ്കളുടെ വലിയ ശത്രുവാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഈ ശത്രുവിനെ ചെറുതായിട്ട് കാണണ്ട, ഇത് ചതിയനാണ്. 5 വികാരം കഴിഞ്ഞാൽ 6ാമത്തെ ചതിയനാണിത്. ഈ അശ്രദ്ധ എന്ന് പറയുന്ന ശത്രു താങ്കളുടെ കൂടെ ഉണ്ടെങ്കിൽ താങ്കൾ ബാബയുടെ ആജ്ഞാകാരിയല്ലാത്ത കുട്ടിയായി മാറും, കുപുത്രനാക്കും, കുപാത്രമാക്കി മാറ്റും. അതാണ് അശ്രദ്ധയുടെ കുഴപ്പം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണേ, ഈ അശ്രദ്ധയുടെ സ്വഭാവത്തെ ചെറുതായിട്ട് വിചാരിക്കേണ്ട. അശ്രദ്ധ എന്ന് പറയുന്ന ശത്രു താങ്കളുടെ ഉള്ളിൽ കയറി കൂടിയാൽ താങ്കൾ, ബാബ പറയണ അതിൻ്റെ ഉദാഹരണം പറയണം. പ്രത്യക്ഷ പ്രമാണം ഭൈസാബ് പറയണേ, ഭഗവാന്റെ ആജ്ഞകളെ ലംഘനം ചെയ്യാൻ താങ്കൾക്ക് തോന്നും. അവിടെയാണ് ലംഘനം നടക്കണം. ബാബയുടെ ശ്രീമതങ്ങൾ അറിയാം, മര്യാദകൾ അറിയാം, അറിഞ്ഞിട്ടും താങ്കൾ ലംഘിക്കുന്നു. അർത്ഥം താങ്കളെ മനസ്സിലാക്കിക്കോളൂ, താങ്കളുടെ ഉള്ളിൽ ഈ ശത്രു ഉണ്ട്. കെയർലെസ്നെസ് എന്ന് പറയുന്ന യോഗി ജീവിതത്തിൻ്റെ ഏറ്റവും കടുത്ത ശത്രു. ആ ശത്രുവിനെ താങ്കളെ കൊണ്ട് ഈശ്വരൻ്റെ ആജ്ഞകളെ ലംഘിപ്പിക്കാൻ തോന്നിക്കുന്നത്, ഉസ്കാ ഭഗവാൻ സേ
ആജ്ഞകളുടെ ലംഘനം ചെയ്യിപ്പിക്കുന്നതോടുകൂടി താങ്കൾക്ക് ഭഗവാനുമായിട്ടുള്ള സംബന്ധം മുറിയും. ബാബ അങ്ങനെയൊക്കെ പറയും. ഇപ്പം എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ലൗകികത്തിലല്ലേ, നമ്മുടെ ജോലി ഇതല്ലേ, നമ്മുടെ ജീവിതം ഇങ്ങനെയല്ലേ. സംബന്ധ ടൂട്ട് കയാമാന. ഇപ്രകാരം ബാബയുമായിട്ടുള്ള ബന്ധം താങ്കൾ മുറിക്കണു. അർത്ഥം ഖതം. ഓം ശാന്തി. താങ്കളുടെ ജീവിതം തന്നെ ഫിനിഷ്. പെലെ പ്രതിജ്ഞ കറോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ബ്രാഹ്മണ ജീവിതത്തെ ഇല്ലാണ്ടാക്കാൻ ഈ അശ്രദ്ധയ്ക്ക് കഴിയും. അതുകൊണ്ട് താങ്കൾ താങ്കളോട് പ്രതിജ്ഞ ചെയ്യൂ, ഏത് സാഹചര്യത്തിലും ഞാൻ ബാബയുടെ ശ്രീമതം ലംഘിക്കില്ല. ഇതാണ് താങ്കളെ ജീവിപ്പിക്കുന്നത്, ബ്രാഹ്മണനായി ജീവിക്കാൻ സഹായിക്കുന്നത്. ആദ്യം സ്വയത്തോട് പ്രതിജ്ഞ ചെയ്യൂ, ഏത് സാഹചര്യത്തിലും ഞാൻ ശ്രീമതം ലംഘിക്കില്ല. അടുത്തത് ആലസ്യം. ശ്രദ്ധ കഴിഞ്ഞ അടുത്ത കടുത്ത ശത്രുവാണ് ആലസ്യം. അതുകൊണ്ട് രണ്ടാമത്തെ പ്രതിജ്ഞ താങ്കൾ ഇത് ചെയ്യൂ. ആലസ്യം വളരെ മധുരമായ രൂപത്തിൽ താങ്കളുടെ ഉള്ളിലേക്ക് കടന്നു വരും. എങ്ങനെ കടന്നു വരും? ഒയ്യോ, ഇന്ന് ഭയങ്കര മഴയാ, ഇന്ന് എന്തായാലും ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, ആരും വന്നിട്ടുണ്ടാവില്ല എന്നാ ക്ലാസ്സിൽ. സാരമില്ല, നാളെ മഴ മാറിയിട്ട് പോവാം. അടുത്ത ദിവസം താങ്കൾക്ക് തോന്നും, ഒയ്യോ, ഇന്ന് എന്താ ഒരു തണുപ്പ്, പുതപ്പ് ദേഹത്തൊന്നും മാറ്റാൻ പറ്റണില്ല. അപ്പം ഇന്നെന്തായാലും എഴുന്നേക്കാനേ പറ്റില്ല, പിന്നല്ലേ ക്ലാസ്സിൽ പോണത്. ഇന്ന് സാരമില്ല, ഇന്ന് അമൃതവേള ഇല്ലേലും കുഴപ്പമില്ല, കുറച്ച് തണുപ്പൊക്കെ മാറിയിട്ട് എഴുന്നേക്കാം. ബാബയ്ക്ക് അറിയില്ല ഇത്രയും തണുപ്പത്ത് എങ്ങനെ എഴുന്നേറ്റിരിക്കുക. കാതിൻ്റെ ഉള്ളിൽ തണുപ്പ് കയറിപ്പോവാണേ, കൈ കാല് വിറയ്ക്കുകയാണേ. അപ്പം എങ്ങനെ എഴുന്നേക്കും? ഇന്നത്തെയും കൂടെ ചേർത്ത് ഞാൻ നാളെ യോഗം ചെയ്യാം. ഇപ്രകാരമുള്ള വിചാരങ്ങൾ, സങ്കല്പങ്ങൾ, തണുപ്പ്, ചൂട്, മഴ, ആ കാരണത്താൽ ഇന്ന് ക്ലാസ്സിൽ പോണില്ല, ഈ കാരണം കൊണ്ട് ഇന്ന് അമൃതവേളയ്ക്ക് എഴുന്നേക്കുന്നില്ല, നാളെ ഞാൻ ഇതിനും കൂടെ ചേർത്ത് ചെയ്യാം. ഇപ്രകാരമുള്ള സങ്കല്പങ്ങൾ താങ്കളുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ താങ്കൾ മനസ്സിലാക്കിക്കോളൂ. ഇതിനെയാണ് ബാബ പറയണേ റോയൽ രൂപത്തിലുള്ള ആലസ്യം. എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതും കഴിഞ്ഞിട്ട് മറ്റേതും കഴിഞ്ഞിട്ട്. താങ്കൾ മനസ്സിലാക്കിക്കോളൂ, അശ്രദ്ധയും ആലസ്യവും ചേർന്ന് താങ്കളെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾക്കിത് മനസ്സിലാക്കുക പോലുമില്ല, ഇത് താങ്കൾക്കുള്ള ശത്രുവാണ്. കാരണം ഈ ശത്രു കാരണത്തിൻ്റെ രൂപത്തിലാണ് കടന്നു വരിക. കാരണം പറഞ്ഞ് താങ്കളെ മേക്കപ്പ് ചെയ്യാണ്. താങ്കളെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യേണ്ടത്? തണുപ്പാണെങ്കിൽ തണുപ്പിനെ അതിജീവിക്കാനുള്ള സാധനം കണ്ടുപിടിക്കൂ. അതിന് പകരം സാധനയല്ല മാറ്റിവെക്കേണ്ടത്. മഴയാണോ, നനയാതിരിക്കാനുള്ള സാധനം കണ്ടുപിടിച്ച് താങ്കൾ ക്ലാസ്സിൽ പോവൂ. അല്ലാതെ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ല എന്നുള്ള തീരുമാനമല്ല താങ്കൾ എടുക്കേണ്ടത്. അതാണ് അശ്രദ്ധയും ആലസ്യവും താങ്കൾക്ക് വരുത്തി വെക്കുന്ന വിന. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആലസ്യവും അശ്രദ്ധയും ചേർന്ന് ബ്രാഹ്മണ ജീവിതത്തെ തന്നെ ഇല്ലാണ്ടാക്കും. അതിന്ന് ഒരു ദിവസത്തെ കാരണമല്ല. കാരണം താങ്കൾക്ക് അടുത്ത ദിവസം അടുത്തത് കിട്ടും, അടുത്ത ദിവസം അടുത്തത് വരും, അടുത്ത ദിവസം അടുത്തത് വരും. കാരണത്തിന് എന്താ കുറവ്? കാരണം നമ്മൾ ജീവിക്കുന്നത് കലിയുഗി തമോ പ്രധാന ലോകത്തിൽ. കാരണമാണെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാവും താങ്കൾക്ക്. ഇന്ന് ഗസ്റ്റ് വന്നു, ഇന്ന് അവിടെ പോകണമായിരുന്നു, ഇന്ന് ആ ഓഫീസിൽ പോകണമായിരുന്നു, ഇന്ന് ഈ ഓഫീസിൽ പോകണമായിരുന്നു, ഇന്ന് എനിക്ക് കാലുവേദനയായിരുന്നു, ഇന്ന് അപ്പുറത്തെ വീട്ടിലൊരു ഫംഗ്ഷനായിരുന്നു. ഭായ് സാബ് ചോദിക്കണേ, ഇതൊക്കെ എപ്പോഴാണ് തീരുക? താങ്കൾ പറയൂ, ഇതൊക്കെ ഏത് ദിവസം ഇല്ലാതിരിക്കുക? ഇതെല്ലാം കഴിഞ്ഞിട്ട് താങ്കൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റുമോ? ഇതൊക്കെ താങ്കളുടെ അസുഖവും കാലുവേദനയും കൈവേദനയും മാറിയിട്ട് താങ്കൾക്ക് യോഗം ചെയ്യാൻ പറ്റുമോ? ഇത് നടക്കണ കാര്യം വല്ലതുമാണോ? ഇതുവരെ ശരീരമുണ്ടോ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് മാറിയിട്ട് ഞാൻ യോഗം ചെയ്യാം എന്ന് താങ്കൾക്ക് തോന്നുന്നത് തന്നെ താങ്കൾക്ക് ചിന്തിച്ച മനസ്സിലാവില്ലേ? ഇതാണ് താങ്കൾക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ആലസ്യത്തിൻ്റെ ശത്രു. ഇസ്ലേ അതുകൊണ്ട് താങ്കൾ ആ ആലസ്യം ഉണ്ടാക്കുന്ന കാരണങ്ങളെ മാറ്റാൻ
കാരണം വന്നു കഴിഞ്ഞു. പക്ഷെ അതിനെ അതിജീവിക്കാൻ താങ്കൾ അതിനുള്ള മാർഗം കണ്ടുപിടിക്കും. आज इस रूप में आएगा, ഇന്ന് ഈ രൂപത്തിൽ വന്നു, കാരണം കൽ ദൂസരെ രൂപമേ ആയേക. നാളെ താങ്കൾ വീണ്ടും അമൃത് വേളയ്ക്ക് എഴുന്നേക്കേണ്ട സമയത്ത്, അല്ലെങ്കിൽ മുരളിയുടെ സമയത്ത്, അല്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് വേറൊരു രൂപത്തിൽ വരും. അതുകൊണ്ട് ആലസ്യത്തെയും അശ്രദ്ധയും ജീവിതത്തിൽ കടന്നു വരാൻ ഞാൻ അനുവദിക്കില്ല. അവർ വരും, പക്ഷെ ഞാൻ പെർമിഷൻ കൊടുക്കില്ല. ഇസ്കേലിയെ പ്രതിജ്ഞ കറോ. ഇതിനാണ് താങ്കൾ ആദ്യം പ്രതിജ്ഞ എടുക്കേണ്ടത്. പ്രതിജ്ഞാബദ്ധ ജീവിതം ജീവിക്കും. ആലസ്യ കഭി, ഒരിക്കലും ആലസ്യത്തിൻ്റെ പിടിയിൽ ഞാൻ പെടില്ല. മാൻലോ സുബ അമൃത് വേള योग करते हैं. ഉദാഹരണത്തിന് അമൃത് വേളയ്ക്ക് താങ്കൾ എഴുന്നേറ്റു, യോഗം ചെയ്യാനിരുന്നു. അപ്പം താങ്കൾക്ക് ഉറക്കം വരികയാണ്. ഉറക്കം വരുമ്പോൾ താങ്കൾക്ക് തോന്നും, ഓഹോ, ഇരുന്നിപ്പോൾ ഉറങ്ങുന്നതിനേക്കാളും നല്ലത് പോയി കിടന്നുറങ്ങണമല്ലേ, എന്നാൽ പോയി കിടന്നുറങ്ങാം. താങ്കൾ മനസ്സിലാക്കിക്കോളൂ, താങ്കൾ പോയി കിടന്നുറങ്ങുകയല്ല അപ്പോൾ വേണ്ടത്. താങ്കൾ എന്താ ചെയ്യേണ്ടേ? താങ്കളുടെ ഉറക്കം മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാതെ എന്നാൽ പോയി ഞാൻ കിടന്നുറങ്ങാം എന്ന് താങ്കൾക്ക് സങ്കല്പം തരുന്നത് ആരാണ്? ആലസ്യം എന്ന് പറയുന്ന താങ്കളുടെ ഉള്ളിലുള്ള താങ്കളുടെ ശത്രുവാണ്. ഈ ശത്രുവിനെയാണ് താങ്കൾ തിരിച്ചറിയുന്നത്. താങ്കൾ എന്താ ചെയ്യാറുള്ളത്? അല്ല, യോഗം എനിക്ക് സമ്പാദിക്കാനുള്ള സമയമാണ്, സർവശക്തിവാന്റെ അടുത്തുനിന്ന് ശക്തി എടുക്കാനുള്ള സമയത്ത് അലേർട്ടായിട്ട് എന്നെ ഇരുത്താൻ ഞാൻ എന്ത് ചെയ്യണം? ഓ ചുസ്തു ഹുക്കർ ബൈഠേ, ഞാൻ എന്നെ അലർട്ടാക്കി ഇരുത്താൻ ചെയ്യേണ്ടത്. അല്ലാതെ പോയി കിടന്ന് ഉറങ്ങിയിട്ടല്ല ആ പ്രശ്നം താങ്കൾ സോൾവ് ചെയ്യേണ്ടത്. മനസ്സിലായോ താങ്കൾക്ക് ആലസ്യം എന്താണെന്ന്? അതുകൊണ്ടാണ് ഞാൻ പറയണം നിങ്ങളോട്, നിങ്ങളോട് പ്രതിജ്ഞാബദ്ധമായി ജീവിക്കും. ഇത് മറ്റാർക്കും കാണിച്ചു കൊടുക്കാനോ ആരെങ്കിലും പറയാനോ ഉള്ള കാര്യമൊന്നുമല്ല. അശ്രദ്ധ കാണിക്കില്ലേ, ആലസ്യം വിടൂ, ഇത് വേറെ ആര് പറഞ്ഞാലും താങ്കൾ മാറ്റാൻ പോണില്ല, താങ്കൾ അംഗീകരിക്കാനേ പോണില്ല. താങ്കൾ 1000 കാരണം അവരോട് പറയും താങ്കളെ ന്യായീകരിക്കാൻ. താങ്കൾക്ക് അശ്രദ്ധയില്ല, ആലസ്യമില്ല, താങ്കൾ ഭയങ്കര നല്ല ജ്ഞാനിയാണ്, യോഗിയാണ്, സേവാധാരിയാണ്, ഈ കാരണം കൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാത്ത, ഈ കാരണവും ഈ പ്രശ്നവും കൂടെ മാറി ഞാൻ പിന്നെ എപ്പോഴും സേവനത്തിലായിരിക്കും. ഇതെല്ലാം വെറും താങ്കളുടെ ന്യായീകരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് താങ്കൾ മനസ്സിലാക്കിക്കോളൂ, യോഗം ചെയ്യാൻ ഇരിക്കുമ്പോൾ പോലും താങ്കൾക്ക് ഓർമ്മ വേണം, ഞാൻ ഇരിക്കുന്നത് യുദ്ധഭൂമിയിലാണ്. യോഗത്തിനിരിക്കുക അർത്ഥം, യോഗത്തിനിരിക്കാൻ താങ്കൾ തുടങ്ങുമ്പോൾ തന്നെ ആലോചിച്ചോളൂ, യുദ്ധഭൂമിയാണ്. ഇപ്പോൾ എന്തെങ്കിലും മായ എനിക്ക് വരും, ഒന്നീ വ്യർത്ഥ സങ്കല്പം വരും, അല്ലെങ്കിൽ കാല് വേദനിക്കണോ, എഴുന്നേക്കണോ, അല്ലെങ്കിൽ ക്ഷീണം തോന്നണോ, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം. ഇതെല്ലാം താങ്കൾക്കുള്ള, താങ്കളുടെ യോഗത്തെ മുടക്കാൻ വേണ്ടി താങ്കൾക്ക് വരുന്ന ശത്രുവാണ്. അതുകൊണ്ട് താങ്കൾക്ക് ഓർമ്മ വേണം, മെഡിറ്റേഷൻ ചെയ്യാൻ പോയിരിക്കുന്നതിന് മുമ്പ് ഓർമ്മ വേണം, ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ശത്രു വരും. ആ ശത്രുവിനെ ഞാൻ എങ്ങനെ നേരിട്ട് തോൽപ്പിക്കണം? കാരണം ഒരു പോരാളി യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ പോരാളിക്ക് അറിയാം എതിർഭാഗത്തെൻ്റെ ശത്രു തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കണുണ്ട്. അതേപോലെ താങ്കൾക്ക് അറ്റൻഷൻ വേണം, യോഗത്തിനിരിക്കുമ്പോൾ പോരാളി തോക്കും പിടിച്ചുകൊണ്ട് വരും. ആരാ താങ്കളുടെ പോരാളി? താങ്കൾക്കുള്ള മായ അവിടെയാണ് ആദ്യം വരിക, മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ. പക്ഷെ താങ്കളെ രക്ഷിക്കണം. അല്ലാതെ ശത്രു വരുമ്പോൾ താങ്കൾ നിന്ന് കൊടുത്ത് വെടിയുണ്ടയിട്ട് ചത്തു വീഴുകയല്ല വേണ്ടത്. അവരെ ഒരിക്കലും പോരാളി എന്ന് പറയില്ല. ആദാ മായ വന്നു, നീ വെടിയുണ്ട ഏൽപ്പിച്ചോ, അതാ നിന്റെ മടിയിൽ ചത്തു വീഴാം. പിന്നെ താങ്കൾ എന്ത് യോദ്ധാവാ? ഒരു സെക്യൂരിറ്റിക്കാരനെ ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുക, അയാൾ തന്നെ ഇരുന്നുറങ്ങിയല്ലോ. അയാളെ ആര് പാറാവുകാരൻ എന്ന് പറയും? ഇരുത്തിയത് അയാളെ എന്തിനാണ്? പാറാവിന്. പാറാവുകാരനായിട്ട് ഇരുത്തിയ ആള് പാറാവ് നോക്കാതെ, സെക്യൂരിറ്റി നോക്കാതിരുന്നാൽ, അയാൾ തന്നെ ഇരുന്നുറങ്ങിയാൽ ആ സ്ഥാപനം എന്തോ ആയിക്കോട്ടെ, ആരാ അവിടെ രക്ഷ? അതേപോലെയാണ് താങ്കളുടെ യോഗം. യോഗത്തിനിരിക്കുമ്പോൾ ഓർമ്മ വേണം, ബാബയിൽ നിന്ന് സർവശക്തികളെടുത്ത് എനിക്ക് എന്നെ നിറയ്ക്കാനും ലോകത്തിന് കൊടുക്കാനും പാവനമാകാനുമുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു
കാര്യം ചെയ്യാനാണ് ഞാൻ ഇരിക്കുന്നത്. ഇതെൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വപൂർണമായ ഏറ്റവും വലിയ ജോലിയാണിത്. ആ സമയത്ത് താങ്കൾ ഉറക്കം തൂങ്ങുക, കോട്ടുവായിടുക, അശ്രദ്ധ കാണിക്കുക, ഇത്രയധികം താങ്കൾ താങ്കളോട് പ്രതിജ്ഞ ചെയ്യും. ഇങ്ങനെ ഞാൻ എന്നെ ലൂസാക്കി വിടില്ല. കാരണം ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നോടും ഈ ലോകത്തിനോട് ഞാൻ പാലിക്കേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഇടയിൽ കടന്നു വരുന്ന എല്ലാ കാരണങ്ങളും എനിക്കുള്ള ശത്രുവാണ്. ഇത്രയും പ്രതിജ്ഞാബദ്ധമായി താങ്കൾ ജീവിക്കണം. ഏത് തരത്തിലുള്ള ആലസ്യവും അലസതയും അശ്രദ്ധയും താങ്കൾ അനുവദിക്കരുത്. ഇത്രയും പ്രതിജ്ഞാബദ്ധമാകൂ സ്വയത്തോട്. മൂന്നാമത്തെ പ്രതിജ്ഞ, ഒരു തരത്തിലുള്ള അശുദ്ധിയും താങ്കളിൽ ഉണ്ടാകരുത്. അശുദ്ധി അർത്ഥം നിങ്ങൾക്കറിയാം. 7 ദിവസത്തെ കോഴ്സ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അശുദ്ധികളെക്കുറിച്ച് മനസ്സിലാക്കിയതാണ്. ആദ്യത്തെ അശുദ്ധി ബുദ്ധിയുടെ അശുദ്ധിയാണ്. എത്രത്തോളം യോഗം ചെയ്യുന്നുവോ, ജ്ഞാനം ധാരണ ചെയ്യുന്നോ, ബുദ്ധി കല്ലിൽ നിന്ന് പവിഴം പോലെയാകണം. കാരണം ബാബ ബുദ്ധിയാകുന്ന സഞ്ചിയിൽ നിറച്ചു തരുന്നത് ജ്ഞാനത്തിൻ്റെ രത്നങ്ങളാണ്. അപ്പോൾ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് താങ്കളുടെ ബുദ്ധി കല്ലിൽ നിന്ന് പവിഴമാകണമല്ലോ. കാരണം രത്നങ്ങളല്ലേ നിറച്ച് തന്നുകൊണ്ടിരിക്കണേ. ദിവ്യമാകണം ബുദ്ധി, വിശാലമാകണം ബുദ്ധി, ബുദ്ധിക്ക് ബലം നിറയണം. സാധാരണ സാംസാരിക് ജ്ഞാൻ ബുദ്ധിക്കോ, പുറം ലോകത്തിലെ അറിവുകൾ ബുദ്ധിയെ അഴുക്കാക്കും, മോശമാക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഈശ്വരീയ ജ്ഞാനം ബുദ്ധിയെ ശുദ്ധമാക്കുന്നതാണ്. ബുദ്ധിയെ അഴുക്കാക്കുന്ന കാര്യങ്ങളാണോ ഇപ്പോഴും ഞാൻ നിറച്ചുകൊണ്ടിരിക്കുന്നത്? താങ്കളോട് ചോദിച്ചു നോക്കണം. ഒന്നുണ്ട് സംശയം വരിക. ലോകത്തിലെ അറിവുകൾ, ലോകത്തിലെ ജ്ഞാനമൊക്കെ കേട്ട് വായിച്ച് തലയിൽ കയറ്റിയിട്ട് സംശയം തോന്നുക, നോവൽസ് പഠിക്കുക, ഇതെല്ലാം അശുദ്ധിയാണെന്ന് ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി മനസ്സിൻ്റെ അശുദ്ധി. ബുദ്ധിയുടെ അശുദ്ധി കഴിഞ്ഞാൽ അടുത്തത് മനസ്സിൻ്റെ അശുദ്ധി. ഇതിൽ ദൃഷ്ടിയും വൃത്തിയും വരും. എന്ത് കാണുന്നു അല്ലേ, എങ്ങനെയുള്ള മനോഭാവമാണോ അതുപോലെ ആയിരിക്കും താങ്കളുടെ മനസ്സ്. മൂന്നാമത്തത് ശരീരത്തിൻ്റെ അശുദ്ധി. അതും ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. മലവിസർജനത്തിന് ശേഷം പോലും സ്നാനം ചെയ്യൂ. വസ്ത്രം ശുദ്ധമായിരിക്കണം. കിടക്ക, ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും, ഉപയോഗിക്കുന്ന വസ്തുക്കളും ശുദ്ധമാക്കി വയ്ക്കൂ. താങ്കളുടെ ഇത് തപസ്വി ജീവിതമല്ലേ? താങ്കൾ ഇരിക്കുന്നതിന് ചുറ്റുമുള്ള അന്തരീക്ഷം എത്ര ശുദ്ധമായിരിക്കണം? ബാബ പറയില്ലേ, 2 ജോഡി വസ്ത്രം ഉള്ളെങ്കിലും അല്ലേ അലക്കി ഉപയോഗിക്കും. ഒരു ദിവസം ഇട്ടത് അടുത്ത ദിവസം ഉപയോഗിക്കരുത്, അലക്കിയിട്ട് ഉപയോഗിക്കുക. താങ്കളുടെ തപസ്വി ജീവിതമാണ്. ഒരു തപസ്വി ജീവിക്കുന്ന അന്തരീക്ഷം എങ്ങനെയുണ്ടായിരിക്കണം? അടുത്തത് 4ാമത്തെ ശുദ്ധി ഭോജനശുദ്ധി. ശുദ്ധവും സാത്വികവുമായ ഭോജനത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. 5ാമത്തേത് അധ്യയന ശുദ്ധി. പഠിക്കുന്നതും ശുദ്ധമായിരിക്കണം. എന്തും പഠിക്കാം, ബാബ പെർമിഷൻ തന്നിട്ടില്ല. ഉള്ളിനെ അശുദ്ധമാക്കുന്ന ഒരു പുസ്തകവും പഠിക്കരുത്. മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ഒന്നും വായിക്കരുത്. 6ാമത്തത് സംഘശുദ്ധി, കൂട്ടുകെട്ട്. കുസംഗത്തിൽ പോകരുത്. മോശമായവരുടെ കൂട്ടുകെട്ട് താങ്കളെയും തീർച്ചയായും മോശമാക്കാം. സത്സംഗത്തിലിരിക്കൂ, സുസംഗത്തിലിരിക്കൂ. ധനത്തിലും അശുദ്ധി ഉണ്ടാകരുത്. താങ്കൾ സമ്പാദ്യത്തിനായി കണ്ടുപിടിച്ചിരിക്കുന്ന ജോലി സത്യമായ വരുമാനം ഉണ്ടാക്കുന്നതായിരിക്കണം ജോലി. അശുദ്ധ മാർഗത്തിലൂടെ 1 രൂപ പോലും സമ്പാദിക്കരുത്. അത് മോശമായതായിരിക്കും, അശുദ്ധമായതാണ്. ജോലി തെറ്റായതാണെങ്കിൽ സമ്പാദ്യവും തെറ്റായതായിരിക്കും. അത് അശുദ്ധ ധനം വീട്ടിൽ കൊണ്ടുവരും. ആരോടെങ്കിലും കള്ളം പറഞ്ഞ്, ആരെയെങ്കിലും ചതിച്ച്, ആരെയെങ്കിലും കഷ്ടപ്പെടുത്തി, ആരോടെങ്കിലും തെറ്റായ പ്രവൃത്തി ചെയ്തിട്ട് സമ്പാദിക്കരുത്. അശുദ്ധ ധനത്തിലൂടെ താങ്കൾ കഴിക്കുന്ന
ആഹാരവും അശുദ്ധമാകും. അശുദ്ധധനം വീട്ടിൽ വന്ന ആ ധനം കൊണ്ട് ചെയ്യുന്ന എല്ലാം അശുദ്ധമായിരിക്കും. അതുകൊണ്ട് താങ്കളുടെ തപസ്വി ജീവിതം എങ്ങനെയിരിക്കണം? ശുദ്ധം. 8, വായുമണ്ഡലവും ശുദ്ധമായിരിക്കണം. ജീവിക്കുന്ന അന്തരീക്ഷം ചുറ്റുപാടും ഒരു തരത്തിലുള്ള അശുദ്ധി ഉണ്ടാകരുത്. താങ്കൾ താമസിക്കുന്നതിന് ചുറ്റുപാട്, വീട്, ഓരോ മുറികൾ, ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ, വീട്, പരിസരം എല്ലാം ക്ലിയർ. ആരെങ്കിലും പെട്ടെന്ന് വന്ന് താങ്കൾ കിടന്നുറങ്ങുന്ന സ്ഥലം കണ്ടു എന്നിരിക്കട്ടെ. താങ്കൾ കിടന്നുറങ്ങുന്ന ഉപയോഗിക്കുന്ന റൂമോ ബാത്റൂമോ ഒക്കെ പെട്ടെന്ന് ഒരാൾ കയറി വന്നാൽ പോലും അവിടെ ശുദ്ധമായിരിക്കണം. അത്രത്തോളം താങ്കളുടെ യോഗി ജീവിതത്തിൽ ശുദ്ധി ഉണ്ടാകണം. അതായത് താങ്കളുടെ വീട് കണ്ടിട്ട് ആൾക്കാർ പറയണം, ഇവരുടെ വീട് പരിസരം ആശ്രമം പോലെയുണ്ട്. അത്ര ശുദ്ധി ഉണ്ടാകണം, വൃത്തി ഉണ്ടായിരിക്കണം. വീടും മുറികളിലും ഒരു വസ്തുക്കളും അശുദ്ധമായതുണ്ടാവരുത്. അശുദ്ധി ഓർമ്മിപ്പിക്കുന്ന ഒന്നും താങ്കളുടെ ചുറ്റുപാടിൽ കാണപ്പെടരുത്. ഒരു വസ്തു കണ്ടിട്ട് ഒരാൾക്ക് മനസ്സിൽ ഒരു അശുദ്ധ വിചാരം വരുന്നതൊന്നും താങ്കളുടെ വീട്ടിലുണ്ടാകരുത്. ആര് കയറി വന്ന് എവിടെ നോക്കിയാലും അവരുടെ മനസ്സിനെ ശുദ്ധിയിലേക്ക് നയിക്കുന്നതായിരിക്കണം താങ്കളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഭിത്തിയിലുള്ള ഒരു ചിത്രം പോലും. ഒരു അശുദ്ധ വിചാരം ഒരാൾക്കുണ്ടാക്കരുത്. താങ്കളുടെ വീടിൻ്റെ ഭിത്തിയിൽ നല്ല മഹവാക്യം ബാബയുടെ ഉണ്ടാവണം. ആര് വന്ന് നോക്കിയാലും ആ നല്ല മഹവാക്യം വായിക്കട്ടെ. അപ്പം അവരുടെ മനസ്സിൽ നല്ല വിചാരം ഉണ്ടാകും. നല്ല നല്ല സ്ലോഗൻസ് വീട്ടിലെ ഭിത്തിയിൽ വെക്കൂ. ഈശ്വരീയ ജ്ഞാനത്തിന് യുക്തമായ നല്ല ചിത്രങ്ങൾ തൂക്കും. ആ ചിത്രം കണ്ടാൽ പോലും ഏത് മനുഷ്യൻ്റെ ഉള്ളിലും നല്ല വിചാരം കടന്നു വരണം. അങ്ങനെയുള്ള ചിത്രമേ ഭിത്തിയിൽ വെക്കാവൂ. അതായത് എല്ലാം കൂടി ചേർത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ ഒറ്റ വാക്കിൽ, താങ്കളുടെ വീടിൻ്റെ അന്തരീക്ഷം ശുദ്ധവുമായിരിക്കണം, വൃത്തിയുള്ളതുമായിരിക്കണം. അതിനെയാണ് ബാബ എന്ത് പറയണേ? എല്ലാം ചേർത്തിട്ടാണ് ബാബ പറയണ ശുദ്ധി, പവിത്രത. ഇത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിക്കോളൂ, നിങ്ങൾ നോക്കിക്കോളൂ. എന്നിട്ട് ഓരോന്നിലും പ്രതിജ്ഞാബദ്ധമായിരിക്കണം. ഓരോ ശുദ്ധിയും എടുത്തിട്ട് താങ്കളോട് പ്രതിജ്ഞ ചെയ്യൂ. ഇപ്രകാരം പ്രതിജ്ഞാബദ്ധമായ ജീവിതം ഞാൻ ജീവിക്കും. 3 തരത്തിലുള്ള പ്രതിജ്ഞ ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആദ്യത്തത് അശ്രദ്ധ, രണ്ടാമത്തത് ആലസ്യം, മൂന്നാമത്തത് ശുദ്ധി. അശുദ്ധി പാടില്ല. 4ാമത്തെ പ്രതിജ്ഞ, ഒരു തരത്തിലുള്ള അഭിമാനത്തിലേക്ക് ഞാൻ വരില്ല. ഈഗോ. പലപ്പോഴും എന്താ സംഭവിക്കണേ? നിങ്ങൾ യോഗി ജീവിതത്തിൽ വന്നിട്ട് നല്ല യോഗം കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവും, മനസ്സിന് നല്ല ഏകാഗ്രതയും ഉണ്ടായിട്ടുണ്ടാവും, യോഗത്തിലൂടെ ചില ശക്തികളും താങ്കളിൽ വന്നു ചേർന്നിട്ടുണ്ടാവും, ആനന്ദവും ജീവിതത്തിൽ കടന്നു വന്നു, ബാബയിൽ നിന്ന് ചില നല്ല ടച്ചിങ്സും താങ്കൾക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് ചിലർക്ക് അഭിമാനം വരും, അഹങ്കാരം വരും. ഞാൻ വലിയ യോഗിയാണ്, ഞാൻ വളരെ വലിയ മഹാരഥിയാണ്, ഞാൻ വിചാരിച്ചത് നടക്കും, ബാബയുടെ അടുത്ത് നിന്ന് എനിക്ക് നല്ല ടച്ചിങ്, ഇരുന്നാൽ മതി എനിക്ക് യോഗം കിട്ടും, യോഗത്തിലൂടെ എനിക്ക് ഈ കഴിവുണ്ട്, ഈ കഴിവ് കിട്ടി, ഈ ശക്തി കിട്ടി, ഇത് കിട്ടി, ഞാൻ വിചാരിച്ച പോലെ എല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ട് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങും, അറിയൂ ഞാൻ ഇന്നത് ചെയ്തു, എനിക്കിത് ചെയ്യാൻ പറ്റി, അത് ചെയ്യാൻ പറ്റി, യോഗം ചെയ്ത് ഞാൻ ഇത് നേടിയെടുത്തു. ഇതെല്ലാം താങ്കളുടെ അഭിമാനമാണ്. ഹമേ സിദ്ധി പ്രാപ്ത് ഹോ ഗയേ. ശരിയാണ്, യോഗി ജീവിതത്തിൽ തീർച്ചയായും സിദ്ധി ഉണ്ടാകും. കാരണം യോഗം എന്തിനാ ചെയ്യണേ? സിദ്ധിക്കേട്ട. അതിലൂടെ കഴിവുകൾ, നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. സിദ്ധി ഉണ്ടാവും. ബാബ തന്നെ വരെ എന്താ തന്നിട്ടുള്ള സിദ്ധി സ്വരൂപരാക്കും. സിദ്ധികൾ ധാരാളം ഉണ്ടാകും. പക്ഷേ ഈ സിദ്ധികളെല്ലാം ആര് തന്നതാ? അത് താങ്കൾ മറക്കരുത്. താങ്കളുടേതാണ് സിദ്ധി എന്ന് താങ്കൾ വിചാരിക്കരുത്. ഭഗവാനുമായി യോഗം ചെയ്യാൻ തുടങ്ങിയപ്പോഴുണ്ടായ സിദ്ധികളല്ലേ. അതിനെ താങ്കൾ എങ്ങനെ ഞാൻ എൻ്റെ കഴിവ്, എൻ്റെ നേട്ടം, ഞാനത് ചെയ്തു, എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാൻ നല്ല യോഗം ചെയ്യും, ഇതുപോലും എത്ര ഈഗോയാണ്.
എത്ര അഭിമാനമാണ്. ഈ സിദ്ധികളെ, പ്രാപ്തികളെക്കുറിച്ച് എന്തിനാ താങ്കൾ മറ്റുള്ളവരോട് പറയണേ? താങ്കളുടെ അഭിമാനമല്ലേ ഇത്? ബാബ തന്നതല്ലേ? तो हमें और नम्र होना चाहिए. എത്ര സിദ്ധികൾ താങ്കൾക്ക് കൂടുതൽ കിട്ടുന്നു, എത്ര കഴിവ് കൂടുന്നു, അത്രയും കൂടുതൽ താങ്കളിൽ വിനയമാണ് വേണ്ടത്. ഈ സിദ്ധികളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കാനുള്ളതല്ല, മറ്റുള്ളവരെ കേൾപ്പിക്കാനുള്ളതുമല്ല. എത്ര കൂടുതൽ കഴിവുകൾ, പ്രാപ്തികളുണ്ടോ അതിന് താങ്കൾ ബാബയുടെ പ്രസാദത്തെ ബാബയുടെ കാര്യത്തിന് ഉപയോഗിക്കൂ, വിശ്വമംഗളത്തിന് ഉപയോഗിക്കൂ. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എനിക്ക് ആ കഴിവുണ്ട്, ഈ കഴിവുണ്ട്, ഞാൻ അത് നേടി, ഇത് പറയാനുള്ളതല്ല. സിദ്ധികൾ എന്തിനുള്ളതാണ്? വിശ്വമംഗള സേവനത്തിൽ അത് ഉപയോഗിക്കുമ്പോഴും താങ്കൾക്ക് ഓർമ്മ വേണം, ഇത് ബാബയുടേതാണ്. ബാബയുടേത് ബാബയുടെ കാര്യത്തിൽ ഉപയോഗിക്കാനെന്ന് താങ്കൾക്ക് ബോധം വേണം. ബാബ ഇത് നൽകി എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്, സമ്പന്നനാക്കിയിരിക്കുകയാണ്. ഇത് ബാബയുടെ കൃപയാണ്. ബാബ ഈ സിദ്ധി എനിക്ക് തന്നിരിക്കുന്ന അർത്ഥം തീർച്ചയായിട്ടും ബാബയ്ക്ക് ഈ ഇൻസ്ട്രുമെൻറ്റിലൂടെ ഈ സിദ്ധിയെ ഏതോ മംഗളകാര്യ, വിശ്വമംഗളത്തിൻ്റെ ഏതോ കാര്യത്തിന് ഉപയോഗിക്കാനാണ് ബാബ ഈ സിദ്ധി തന്നിരിക്കുന്നത്. ഇതിൽ താങ്കൾക്ക് എന്തിനഭിമാനം? ഇത് താങ്കളുടേതല്ലല്ലോ, ഭഗവാൻ തന്നതല്ലേ. ഇതിൽ താങ്കൾക്ക് എങ്ങനെ അഭിമാനം തോന്നുന്നത്? ദേനെ വാല ദാദാ, നൽകുന്ന ദാതാവിനെ താങ്കൾ മറക്കുക. എന്നിട്ട് ബാബ പറയുന്നത് ഉസ്നെ അപ്നി ചീസ്, താങ്കൾക്ക് ബോധം വേണം, ഭഗവാൻ തൻ്റെ വസ്തു എനിക്ക് തന്നതാ. ഈശ്വരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്നത് എന്നെ ഏൽപ്പിച്ചതാ. എന്തിനായിരിക്കണം? ഈ കയ്യിലൂടെ ഭഗവാൻ എന്തോ ചെയ്യാനുണ്ട്. താങ്കൾ അതിനെ എങ്ങനെ തൻ്റേതെന്ന് പറയും? സാരാ ഖസാന ഉസ്കാ ഹേ. താങ്കൾക്ക് എന്ത് ബോധം വേണം? എല്ലാ ഖജനാവും, താങ്കളുടെ കയ്യിൽ എന്ത് കഴിവുണ്ടോ ഈ ഖജനാവെല്ലാം പ്രഭുവിൻ്റേതാണ്. ഈ പ്രതിജ്ഞ താങ്കൾ ചെയ്യും. ഇനി ഒരിക്കലും താങ്കളുടെ ഉള്ളിൽ സ്വപ്നത്തിലോ സങ്കല്പത്തിലോ പോലും തോന്നരുത് എൻ്റെ കഴിവ് ഞാൻ നേടിയെടുത്തു, ഞാൻ യോഗം ചെയ്തിട്ട് ഇന്നത് നേടി, എനിക്കിന്ന കഴിവുണ്ട്, ഇന്ന ശക്തിയുണ്ട്. അഞ്ചാമത്തെ പ്രതിജ്ഞ താങ്കളോട് ചെയ്യേണ്ടത്, യോഗത്തിൻ്റെ അഗ്നി ഒരിക്കലും ഞാൻ എന്നിൽ അണയാൻ അനുവദിക്കില്ല. നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, യോഗാഗ്നി നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ഇത്തിരി മണിയല്ല, ലൈറ്റായിട്ടല്ല, നല്ലതുപോലെ മുഴുവൻ ദിവസവും. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയില്ല, മുഴുവൻ ദിവസവും നിങ്ങളൊരു മുറിയിൽ ഒരു സ്ഥലത്ത് കുത്തിയിരുന്ന് യോഗം ചെയ്തുകൊണ്ടിരിക്കൂ. അങ്ങനെ ആർക്കും ഇരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ സമയം കണ്ടെത്തി ബാബ തന്നിരിക്കുന്ന നിയമപ്രമാണം ഇരുന്നുള്ള യോഗം അത് തീർച്ചയായും നിങ്ങൾ ചെയ്യൂ. പക്ഷേ മുഴുവൻ ദിവസത്തിൽ നിങ്ങൾക്ക് ബാബയുമായി ബുദ്ധിയുടെ യോഗം തീർച്ചയായും ഉണ്ടായിരിക്കണം. ഭഗവാനിൽ തൂക്കിയിട്ടതായിരിക്കണം ബുദ്ധി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആറാമത്തെ പ്രതിജ്ഞ, ഒരിക്കലും ധൈര്യം കൈവിടരുത്. പലപ്പോഴും എന്താ സംഭവിക്കുന്നേ? ആഴ്ചകളോളം മാസങ്ങളോളം യോഗം ചെയ്തു, പക്ഷെ തൻ്റെ ചില പഴയ ശീലങ്ങൾ മാറുന്നില്ല. അപ്പോൾ ചിലർക്ക് നിരാശ തോന്നും, അയ്യോ ഇത്രയും നാളുകൊണ്ട് ഞാൻ യോഗം ചെയ്തിട്ടും എൻ്റെ ഇന്ന സ്വഭാവം മാറുന്നേ ഇല്ലല്ലോ, ഇനി ഞാനൊക്കെ വിടാണ്, എന്നെക്കൊണ്ട് പറ്റില്ലായിരിക്കാം, എൻ്റെ ഭാഗ്യത്തിലുണ്ടായില്ലായിരിക്കാം, എൻ്റെ ഡ്രാമ ഇങ്ങനെയായിരിക്കാം. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. ധൈര്യം കൈവിടരുത്. ധൈര്യശാലി കുട്ടികൾക്ക് തീർച്ചയായും ബാബയുടെ സഹായം ഉണ്ടാകും. ബാബ നമ്മൾ കുട്ടികൾക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്, മക്കളെ ഒരു ചുവട് മുന്നിലേക്ക് വയ്ക്കൂ, ഞാൻ 100 ചുവട് 1000 ചുവട് കോടി മടങ്ങ് നിങ്ങളെ തീർച്ചയായും സഹായിക്കും. അപ്പോൾ താങ്കൾക്ക് എന്താ ബാബ മേലെ വിശ്വാസമില്ലേ? ബാബയുടെ ഈ മഹാവാക്യത്തിൻ്റെ മേലെ വിശ്വാസമില്ലേ? ശരി, ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പോട്ടെ, നിങ്ങൾ ചുവട് വെച്ചാൽ ഞാൻ സഹായിക്കാമെന്ന ഭഗവാനുവാജിയിൽ താങ്കൾക്ക് വിശ്വാസമില്ലേ? ചെയ്തുകൊണ്ട് പോകൂ. വിജയിക്കും വരയ്ക്കും താങ്കൾ ചെയ്യും. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഒരു നാൾ താങ്കൾ ജയിക്കും.
പക്ഷേ പ്രയത്നത്തിൽ നിന്ന് പിന്മാറരുത്. പ്രാപ്തി അടയും വരെയും പ്രയത്നത്തിൽ നിന്ന് പിന്മാറരുത്. അല്ലാതെ ഒന്നും കിട്ടണില്ല, ഞാൻ മാറിയില്ല, അങ്ങനെ വിചാരിക്കരുത്. വ്യർത്ഥ സങ്കല്പം കൊണ്ടുവരികയേ ചെയ്യരുത്. താങ്കൾ പ്രയത്നിച്ചുകൊണ്ടേ പോവും, ചെയ്തുകൊണ്ട് പോവും. അപ്പോൾ വ്യർത്ഥം വരില്ല. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും പ്രയത്നങ്ങൾക്കെല്ലാം പ്രതിഫലം കിട്ടും. ഒരു പ്രയത്നവും പ്രതിഫലമില്ലാതെ കടന്നു പോകരുത്. പക്ഷെ താങ്കളോട് പ്രതിജ്ഞ ചെയ്യൂ, ഞാൻ ഒരിക്കലും നിരാശനാകില്ല, ധൈര്യം കൈവിടില്ല, വ്യർത്ഥത്തിൽ പോകില്ല. ബാബ എൻ്റെ കൂടെയുണ്ട്. താങ്കൾ പ്രയത്നിക്കുകയും ചെയ്യുക, വ്യർത്ഥം ചിന്തിക്കുകയും ചെയ്യുക, അപ്പോൾ റിസൾട്ട് ഉണ്ടാവില്ല. ബാബ എൻ്റെ കൂടെയുണ്ട്. ഇത് സർവശക്തിവാനാണ്, സദ്ഗുരുവാണ്. ബാബയുടെ പ്രതിജ്ഞയാണ്, കുഞ്ഞെ ഞാൻ കൂടെയുണ്ട്. ഭഗവാന്റെ വാക്കുകളാണ്. ഭഗവാന്റെ വാക്ക് സത്യമാണല്ലോ, അതൊരിക്കലും തെറ്റില്ലല്ലോ. അതുകൊണ്ട് താങ്കൾ ഈ പ്രതിജ്ഞ താങ്കളോട് ചെയ്യും. ഏതാണ്? ഒരിക്കലും ധൈര്യം കൈവിടില്ല, പ്രയത്നത്തിൽ നിന്ന് പിന്മാറില്ല, ധൈര്യം കൈവിട്ട്. 7ാമത്തെ പ്രതിജ്ഞ, മേ ആദത്തും കോ ബദൽ കർക്കെ ഹി രഹൂംഗ. ഞാൻ എൻ്റെ ശീലങ്ങളെ തീർച്ചയായും പരിവർത്തനപ്പെടുത്തും. ചിലർ പറയും, എനിക്ക് എൻ്റെ ശീലത്തെ മാറ്റാൻ പറ്റില്ല, അതെൻ്റെ ശീലമായി പോയി, മരണം വരയ്ക്ക് ഈ ശീലം എൻ്റെ കൂടെ ഉണ്ടാവും. ആര് പറഞ്ഞു? അപ്പം നിങ്ങളോട് പ്രതിജ്ഞ ചെയ്യല്ലേ ഈ ശീലം മാറ്റില്ല എന്ന്? അതല്ല പ്രതിജ്ഞ ചെയ്യേണ്ടത്. ഉള്ളുകൊണ്ട് താങ്കൾക്ക് മാറാൻ ആഗ്രഹമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ദൃഢപ്രതിജ്ഞ ചെയ്യൂ, ഞാൻ ഈ ശീലത്തെ മാറ്റിക്കാണിക്കും. ഈ പ്രതിജ്ഞ ചെയ്യൂ. ലാസ്റ്റ് 8ാമത്തെ പ്രതിജ്ഞ, അപ്നി ഉന്നതി പർ ധ്യാൻ ദേന. പ്രതിജ്ഞാബദ്ധരാകൂ, ഞാൻ ഉന്നതിയിൽ ശ്രദ്ധ വയ്ക്കും. എൻ്റെ ഉന്നതിയിൽ ഞാൻ ശ്രദ്ധിക്കും, സ്വ ഉന്നതിയിൽ. അതായത് ഒരിക്കലും താങ്കൾ ഉന്നതിയുടെ കാര്യത്തിൽ മറ്റുള്ളവരെ നോക്കരുത്. ഇവർ 30 വർഷമായി, ഇവർ 40 വർഷമായി, ഇവർ സെൻറ്ററിൽ തന്നെ താമസിക്കുന്നവരാ, എന്നിട്ടും നോക്കൂ ഇവർക്കൊരു മാറ്റവും ഇല്ല. പിന്നെ എൻ്റെ ചെറിയ ചെറിയ ദുർബലതകളൊക്കെ, അതൊന്നും കുഴപ്പമില്ല. ഇവർ 40 വർഷക്കാർ മാറിയില്ലല്ലോ, നമ്മളിപ്പോൾ വന്നവരല്ലേ, പിന്നെന്താ? ഇവരിൽ ഇപ്പോഴും ക്രോധമുണ്ടല്ലോ, അപ്പം പിന്നെ ഞാൻ്റെ ഈ ദുർബലതയൊന്നും ഒരു കുഴപ്പമില്ല, ഇത്തിരി ദേഷ്യപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. അവർ നോക്കൂ അമൃതവേളയ്ക്ക് എഴുന്നേൽക്കുന്നതേ ഇല്ല, അപ്പം ഞാനൊരു ദിവസം മിസ് ചെയ്തതുകൊണ്ട് എന്താ കുഴപ്പം? അവരിത്ര വർഷക്കാരാ, എന്നിട്ടും അവർ അമൃതവേള ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾക്കിടയിൽ ഒരു ദിവസമോ 2 ദിവസമോ മിസ് ചെയ്തതുകൊണ്ട് എന്താ കാര്യം? അവർ നോക്കൂ ഇത്ര വർഷക്കാരാ, എന്നിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പോലും മുരളിക്ക് വരുന്നില്ല. പിന്നെ ഇപ്രകാരം താങ്കൾ മേ തോ ഉസ്സേ, അവരെ വെച്ച് നോക്കിയാൽ ഞാൻ അവരെക്കാളും ഭേദമല്ലേ, ഞാൻ ആഴ്ച 2 ദിവസമെങ്കിലും വരുന്നില്ലേ? ഇപ്രകാരം താങ്കൾ മറ്റുള്ളവരുമായിട്ട് താങ്കളെ തട്ടിച്ച് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ബെറ്ററാണ്, അവരെക്കാളും ഞാൻ ഭേദമാണ്, അവരെക്കാളും ഞാൻ ഭേദമാണ് എന്ന് അവരെയാണ് താങ്കൾ മാതൃകയാക്കിയിരിക്കണം. ബാബ തന്നിരിക്കുന്ന ലക്ഷ്യത്തിൻ്റെ ചിത്രം അവരുടേതാണോ? അവരുടെ ചിത്രമാണോ ബാബ ലക്ഷ്യത്തിന് തന്നിരിക്കണേ? ശ്രീ ലക്ഷ്മി ശ്രീ നാരായണന്റെ ചിത്രമാണ്. നോക്കാൻ തന്നിരിക്കുന്നത് ബ്രഹ്മബാബയും മമ്മയുടെയും പ്രയത്നത്തെയാണ്. താങ്കൾ ആരെ നോക്കിക്കൊണ്ടിരിക്കണേ? ചെയ്യാത്തവരെയാണ് താങ്കൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്, തെറ്റ് ചെയ്യുന്നവരെയാണ് താങ്കൾ മാതൃകയാക്കിയിരിക്കണം. എന്നിട്ട് താങ്കളെ ന്യായീകരിക്കുകയാണ്. ഇതാണ് തെറ്റായ മാർഗം. താങ്കൾ അവലംബിച്ചിരിക്കുന്ന മാർഗമേ തെറ്റാണ്. ഹമാരെ മേ ധാരണ പക്കി രഹനി ചാഹിയെ. യഥാർത്ഥത്തിൽ താങ്കളുടെ ഉള്ളിൽ ഈ ധാരണ പക്കയാകേണ്ടതാണ്. ഞാൻ എൻ്റെ ഉന്നതി ചെയ്ത് കാണിക്കും. എന്നെ കണ്ടിട്ട് ഈ ആലസ്യം ബാധിച്ചിരിക്കുന്നവർ, ഈ തെറ്റ് ചെയ്യുന്നവർക്ക് തിരുത്തുന്ന തരത്തിലുള്ളതായിരിക്കണം എൻ്റെ ജീവിതം. അതാണ് താങ്കൾ ചെയ്യേണ്ടത്. താങ്കൾക്ക് ആദർശപൂർണമായ ജീവിതം ഫോളോ ഫാദറിനെയാണ് ഫോളോ ചെയ്യേണ്ടത്.
ഏറ്റവും ശ്രേഷ്ഠമായ ഉയർന്ന വ്യക്തിത്വമാരുടേതാണ്. അതാണ് ബാബ പറഞ്ഞിരിക്കുന്നത്, ഫോളോ. അതിന് പകരം താങ്കൾ ആരെ നോക്കിയിട്ടാണ് താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശ്രേഷ്ഠതയോടും ഉയർന്നതിനോടുമല്ലേ താരതമ്യം ചെയ്യേണ്ടത്? ആപ് ഖുദ് ഹി സമജ്തേ ഹോ കി ഉസ്മേ, താങ്കൾക്കേ അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണ്, അവരിൽ കുറവുണ്ട്, എന്നിട്ട് താങ്കൾ അവരെയാണോ ഫോളോ ചെയ്യേണ്ടത്? ഗിർത്തെ ഹുയെ വ്യക്തി കോ ദേഖ്, ഒരാൾ വീണു, വീണ ആളെ കണ്ടിട്ട് താങ്കളും വീഴുകയാണോ ചെയ്യേണ്ടത്? താങ്കൾ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ വീണ ആളെയും കൂടി എങ്ങനെ രക്ഷിക്കാം, അതിനുവേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലാതെ വീണവരെ കണ്ടിട്ട് താങ്കളും വീഴുകയാണോ ചെയ്യേണ്ടത്? അപ്പോൾ വീണവരെക്കാളും വലിയ തെറ്റാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വീണു, അവരെ കണ്ടിട്ട് താങ്കളും വീഴുക എന്ന് പറഞ്ഞാൽ അവരെക്കാളും വലിയ മിസ്റ്റേക്കാണ് താങ്കൾ ചെയ്യുന്നത്. വീണവരെ രക്ഷിക്കാൻ വേണ്ടി താങ്കൾക്ക് എന്ത് ചെയ്യണോ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, സ്വയം വീഴുക. അതുകൊണ്ടാണ് പറയണേ, സാവധാൻ, ജാഗ്രതയുള്ളവരാക്കും. ഹം ന ഗർജായേ, ഒരു വീണാളെ കണ്ടിട്ട് ഞാൻ വീഴുകയല്ല വേണ്ടത്, അവരെ രക്ഷിക്കാൻ വേണ്ടി എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അത് ഞാൻ ചെയ്യുക. ഇല്ലെങ്കിൽ സ്വയം വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? ആ വഴിയിലൂടെ സഞ്ചരിക്കുക. ഐസെ നഹി, അല്ലാതെ ഇങ്ങനെയാകരുത്, നേരെ തിരിച്ച്. വോ ഗിർത്തായേ തോ ഹം ഭി ഗിരേ, അവർ വീണല്ലോ അപ്പം ഞാനും വീഴാം. ഈ 8 തരത്തിലുള്ള പ്രതിജ്ഞകൾ താങ്കൾ താങ്കളോട് ചെയ്യൂ. പ്രതിജ്ഞയുടെ കങ്കണമിടൂ. എങ്കിൽ താങ്കളുടെ ജീവിതം തപസ്യാമയ ജീവിതം.